വെൽക്കം ടു ടേക്ക് ടു പോഡ്കാസ്റ്റ് എപ്പിസോഡ് 3. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് ആരെന്ന് വെച്ചാൽ വള എന്ന സിനിമയുടെ അസോസിയേറ്റ് ക്യാമറമാനായ റഹീസ് റഷീദാണ്. അപ്പോൾ റഹീസെ വെൽക്കം. അപ്പൊ വളനെ കുറിച്ചിട്ട് എന്നാ തുടങ്ങാന്ന് വിചാരിക്കല്ലോ, നമുക്ക് സംസാരിച്ചു തുടങ്ങാന്ന്. അപ്പൊ വളയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ട എന്നുള്ളൊരു സാധനം പറയണമെന്നുണ്ടെങ്കിൽ, വളയിൽ എന്ന് വെച്ചാൽ വളയുടെ റൈറ്റർ, പിന്നെ അതുപോലെ തന്നെ ക്യാമറാമാൻ, ഓൾമോസ്റ്റ് ടെക്നീഷ്യന്മാരെല്ലാവരും ബ്ലൈൻഡ് ഫോൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു സോണി ലൈവിന് വേണ്ടിയിട്ട് ഒരു വെബ് സീരീസ് ചെയ്തായിരുന്നു. അപ്പോൾ സോണി ലൈവിൻ്റെ വെബ് സീരീസ് കഴിയിലെ അഫ്നാസിക്ക DOP പുള്ളി എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, വള എന്നാണ് പടത്തിൻ്റെ പേര്, നീ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു. അങ്ങനെയാണ് ആ പടത്തിലേക്ക് എൻ്റർ ആവുന്നത്. പിന്നെ ആ പടത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ പടമാണ്. നമ്മൾ ആ കാണുന്ന ഒരു ചെറിയ സ്പേസിലുള്ള പടമല്ല, നല്ല അത്യാവശ്യം നല്ലോണം കഷ്ടപ്പാടുണ്ട് അതിൻ്റെ ബാക്കിൽ. ഇപ്പൊ കാണുമ്പോൾ അത് കുറച്ച് ചെറുതുപോലെ ഫീൽ ചെയ്യണതാണ്. അതെ, നമുക്ക് എന്താ വെച്ചാൽ അത് ഏതൊരു പടമായാലും നമ്മളൊരു എഡിറ്റിംഗ് ടേബിളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രിം ചെയ്യും. അതുപോലെ കുറേ സീക്വൻസുകൾ ഡ്രിം ചെയ്തിട്ടുണ്ട്, കുറേ എലമെൻസുകൾ ഡ്രിം ചെയ്തിട്ടുണ്ട്. അത് ആ പടത്തിൻ്റെ കോമ്പാക്റ്റിലേക്കായിട്ട് അത് സെറ്റ് ചെയ്തേക്കണാണ്. അപ്പോൾ അതിൽ ഒരുപാട് സീക്വൻസുകൾ, അതിൽ ശരിക്കും പറഞ്ഞൊരു ബാക്ക് ഡ്രോപ്പ് കഥകളൊക്കെ വലിയൊരു കഥയാണ് പറയുന്ന സാധനം. ഇപ്പോൾ നമുക്ക് എല്ലാവരും പറയുന്ന സാധനമുണ്ട്, കലാപത്തിൻ്റെ സീക്വൻസ് ആർക്കും ഇതായില്ല, കലാപത്തിനൊരു വ്യക്തമായൊരു കലാപം എന്താണെന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായൊരു ധാരണ ആ പടം ഷൂട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഡ്രിം ചെയ്ത് എഡിറ്റിംഗ് ടേബിളിലേക്ക് വന്നപ്പോൾ നമ്മൾ വിശ്വസിച്ചത് കൺവിൻസ്ഡ് ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ആ ടൈമിലായില്ല. പക്ഷെ അത് ആൾക്കാർക്ക് എല്ലാവർക്കും വർക്കായി. അതെന്താണ് സംഭവം എന്നുള്ളത് പിന്നീട് അതിൽ ഒരു ക്യാരക്ടർ പറയുന്നുണ്ട്, അന്ന് കലാപം നടന്ന സമയത്തൊരു, അപ്പം അങ്ങനെ ഒരു, അപ്പം അതിൽ കുറേ ആൾക്കാർ കൺവിൻസ് ആയി പോയി കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ സീക്വൻസിൽ വിഷ്വലി നോക്കുമ്പോൾ അതിൽ കൺവിൻസ് ആവാനുള്ള ഒരു ആക്സസ് ഇല്ല അതിൽ. അതായിരിക്കും ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾ ഫ്രണ്ട്സാണ്, ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട് ഷോർട്ട് ഫിലിമിലൊക്കെ. അപ്പോൾ ആരും പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ ഒരു അങ്ങനെ വർക്ക് ചെയ്തൊരു ഫ്ലോ അറിയാം. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മളൊക്കെ മീറ്റ് ചെയ്യണതിന് മുമ്പ് ഈ സിനിമ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ, നമുക്കും അത് തന്നെ ആഗ്രഹം, അതാണ് പാഷൻ. അപ്പം അതിലേക്ക് അത് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ അത് നടന്നിട്ടില്ല. ഒരു ചെറുപ്പം തൊട്ടൊരു ആഗ്രഹം എങ്ങനെയാണ് വന്നത്, അങ്ങനത്തെ ഒരു സാധനമൊക്കെ? അല്ല, ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ വാപ്പ സിനിമയിലായിരുന്നു ഒരു ടൈമിൽ. വാപ്പ സിനിമയിലായ സമയത്ത് ഞാൻ ജനിച്ച ടൈമിലൊന്നും വാപ്പ സിനിമയിലില്ല. അവിടെ നിന്നൊക്കെ ബാക്കൗട്ട് ചെയ്തിട്ട് വന്ന് നാട്ടിൽ ടാക്സി ഡ്രൈവിംഗ് പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഡ്രൈവറാണ്, ഗതാഗതം പരിപാടി. ഇപ്പോൾ ഓൾമോസ്റ്റ് കുറേ നടന്മാരെ വണ്ടിയൊക്കെ ഓടിച്ചായിരുന്നു. അപ്പോൾ ബാക്കൗട്ട് ചെയ്തു, ഞാൻ ജനിച്ചതിന് ശേഷം ബാക്കൗട്ട് ചെയ്തു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ചെറുപ്പത്തിലും അപ്പം എല്ലാ പടവും, ഹിന്ദി പടം ആയിക്കോട്ടെ, തമിഴായിക്കോട്ടെ, കന്നഡ ആയിക്കോട്ടെ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള തിയേറ്ററിൽ ഡെയിലി പോയി കാണും. ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് അങ്ങനെ നമ്മളെന്നും ഈ പടങ്ങൾ മാറുന്ന ഡേയ്സിൽ തന്നെ പോയിട്ട് ഒരു പ്രാവശ്യം കണ്ട പടം ചിലപ്പോൾ വർക്കായി കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 ആവും. ഇത് പോണത് ഞാനും ബാപ്പയും തന്നെ ആയിരിക്കും. നമുക്കൊരു സിനിമ കാണുന്ന സമയത്ത് ആ സിനിമ അടിപൊളിയാണ്, ഈ പടത്തിന് നല്ലതും ചീത്തതും നമുക്കറിയില്ല. കാരണം നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലല്ലോ, എക്സ്പീരിയൻസ് മാത്രം. ഞാൻ വെച്ചാൽ കൊട്ടകയിലിരുന്ന തിയേറ്ററിൽ ഇരുന്നിട്ട് നമ്മൾ പടം കാണുമ്പോൾ കൊള്ളാം, സിനിമ കണ്ടു അടിപൊളി, സൗണ്ട് എവിടെ നിന്ന് വരുന്ന സ്പീക്കർ, ഇതാണ് സ്പീക്കർ, ഈ ഒരു സാധനത്തിലാണ് നമ്മൾ പരിപാടി പിടിക്കുന്നത്. അപ്പം ഞാൻ പിന്നെ വാപ്പ ആൾക്കാരോടൊക്കെ അടിച്ചിട്ട് പടം പോരടയ്ക്ക് ചുമില്ല. നമ്മളപ്പം എന്താ വെച്ചാൽ അപ്പോഴാണ് ചിന്തിക്കണ സാധനം. വാപ്പ ഒരു എന്താ പറയുക പടത്തിനെ കുറിച്ച് നെഗറ്റീവ് വരും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായല്ലോ. ഞാനപ്പം അന്ന് ചിന്തിക്കുന്നില്ല നമ്മളൊരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കും എന്നുള്ളത്. അങ്ങനെ ആ ഒരു സാധനം കിടന്ന് എന്ത് പരിപാടി അവതരിപ്പിച്ചാലും എല്ലാ പടം, ഏത് പടം വന്നാലും ഞാനും വാപ്പയും ഈ പടം തേടി പിടിച്ച് പോകും. ഇല്ലാത്ത തിയേറ്ററിൽ പോയി ചിലപ്പോൾ ഷോട്ട് വേണമെങ്കിൽ കളിച്ചിട്ടുണ്ടോ, ഞങ്ങൾ 6 വരെ പൈസയും കൊടുത്തിട്ട്. അതായത് അങ്ങനെ കണ്ട പടങ്ങളുണ്ട് കേട്ടോ, ഞാൻ കുറേ പടങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു ഫയറകത്തേർന്ന് പിന്നെ ഞാനൊരു 10ാം ക്ലാസ്സിൽ നാടകം കളിച്ച് സിനിമയിൽ എത്തണം, സിനിമയിൽ ഒന്ന് നായകനാവണമെന്നുള്ളതാണ് ചിന്ത. കാരണം വെച്ചാൽ ഒരാൾ സ്ക്രീനിൽ ഇങ്ങനെ അഭിനയിക്കും. നമ്മൾ ടെക്നീഷ്യന്മാരെ കുറിച്ച് അന്ന് ചിന്തിക്കുന്നില്ല.
നമുക്ക് കാണുന്നവരാണല്ലോ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ നാടകത്തിൽ വർക്ക് ചെയ്യുന്നു. നാടകത്തിൽ ഞങ്ങൾ നാടകം പഠിപ്പിക്കാൻ വന്ന രണ്ടും ഇന്നത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് നടന്മാരെ മലയാള സിനിമയിലെ. ഒന്നാമത്തെ ആൾ നമ്മളെ പ്രതാപൻ എന്ന് പറഞ്ഞിട്ട് പൊറിഞ്ചു മറിയം ജോസിലെ, അതുപോലെ തന്നെ കൽക്കി, മിന്നൽ മുരളിയിൽ ഷിബു പൊക്കി പിടിക്കുന്നില്ലേ, അതാണ് പ്രതാപൻ സാറ്. അതുപോലെ തന്നെ ശ്യാമേട്ടൻ, ശ്യാം കാർഗോസ്, എല്ലാവർക്കും അറിയാം, നമ്മളെ അർജന്റീനൻ ഫാൻസ് കണ്ണൂർ കടവിലെ അജയ് ഘോഷില്ലേ, അജയ് ഘോഷ്. ഇവർ രണ്ടുപേരും ഞങ്ങൾ നാടകം പഠിപ്പിക്കുന്നു. നാടകം പഠിപ്പിക്കാൻ വരുമ്പോൾ ഞങ്ങൾ അഭിനയിക്കും. ഞങ്ങളെ നാടകം ഒരുപാട് ഇത് കിട്ടി. നമ്മളെ വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു നാടകം കളിക്കുന്നത്. അങ്ങനെ അത് നാടകം കളിച്ച് അതിങ്ങനെ വർക്കായി സ്റ്റേറ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നില്ല. ഞങ്ങളെ സ്റ്റേറ്റ് ലെവലിലേക്കായിട്ടും ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്തിരുന്നു, ഞങ്ങളെ കൊണ്ടുപോകുന്നില്ല. കാരണം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഇത് ഇങ്ങനെ ആർട്ട് പ്രോപ്പർട്ടീസ് ഒക്കെ ആയിട്ട് ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധി. അപ്പം നമുക്ക് ഭയങ്കര സങ്കടം. കാരണം വെച്ചാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പെർഫോം ചെയ്ത് വന്നിട്ട് ഭയങ്കര, അതായത് ഭയങ്കര പെർഫോമിങ് ആയിരുന്നില്ല. നമ്മളൊരു സബ് ആർട്ടിസ്റ്റ്. നമുക്ക് അതിനെക്കുറിച്ച് നമ്മളൊരു 7 പേരടങ്ങുന്ന ടീമിൽ ഒരാൾ അതെന്തെങ്കിലും ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മളവിടെ നിന്ന് ഈ ഒരു സീൻ കഴിയുന്നതോടെ നമ്മൾ ബാക്കൗട്ട് ചെയ്യൂലേ, സ്റ്റേജിന് പുറകെ പോയി നമ്മൾ നിൽക്കുമല്ലോ. നിൽക്കുമ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടീസ്, സാധനങ്ങൾ, ടെക്നിക്കൽ സാധനങ്ങളൊക്കെ ഈ ശ്യാമേട്ടനും പ്രതാപേട്ടനും നമുക്ക് എടുത്ത് തരുന്നു. ഇതും കൊണ്ട് അടുത്ത സീനിൽ നീ കയറി ഇതിങ്ങനെ കഴിയും. നമ്മൾ ഈ സാധനം കൊള്ളാലോ, ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ നല്ലത് ബാക്കിൽ വെക്കണമല്ലോ, അത് പേരും കിട്ടും, സർട്ടിഫിക്കറ്റും കിട്ടും. ആ ഒരു കോർഡിനേഷൻ ഭയങ്കര. അതായത് പ്രതാപ് സാറും കാർഗോസും ഈ ശ്യാമേട്ടനും കൂടിയിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവരെ പരിപാടി പറയുന്ന സമയത്ത് ഈ പ്രതാപൻ സാറിൻ്റെ മോൻ്റെ കഥ പറയും. മോൻ സിനിമയിൽ അഭിനയിക്കും, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോകും. നാടകത്തിൽ ടെക്നിക്കൽ പാട്ട് ചോവില്ല എന്ന് പറയും. പക്ഷെ അവനക്ക് എൻ്റെ വയസ്സുണ്ടായിരുന്നു ആ ടൈമിൽ. അവൻ ആ പ്രായത്തിൽ അത്രയും ടെക്നിക്കൽ സൈഡിനെ ഓടി നടന്നത് ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ ഓക്കെ, അവൻ ചെയ്യുന്ന പോലെ നമുക്ക് ആവണം. ഞാൻ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം +1 +2 ഓൾറെഡി നോർമൽ എല്ലാവരും ചെയ്യണ പോലെ തന്നെ ഈ കുടുംബക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഷോക്ക് വേണ്ടിയിട്ട് കൊമേഴ്സ് ചെയ്ത്, അത് കഴിഞ്ഞ് ഡിഗ്രി ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരു വലിയ കോളേജിലേക്ക് സീറ്റ് കിട്ടുകയും ചെയ്ത് ഞാനത് ബാക്കൗട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല, നമുക്ക് ഇഷ്ടമുള്ള പഠിച്ചാൽ പോരെ, ഇനി ജീവിതം തിരഞ്ഞെടുക്കാൻ പോകണം നമ്മളല്ലേ. അങ്ങനെ ഞാനെന്താ വെച്ചാൽ MES അസ്മാമി കോളേജിൽ വന്നിട്ട്, കൊടുങ്ങല്ലൂരിലുള്ള MES അസ്മാമി കോളേജിൽ വന്നിട്ട് ഞാൻ ഡിജിറ്റൽ ഫിലിം പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് 2ാമത്തെ വർഷം തുടങ്ങിയിട്ട് 2ാമത്തെ വർഷം അങ്ങനെ അവിടെ ചേർന്ന സമയത്ത് എനിക്കറിയില്ല, എല്ലാവരും സിനിമ ആഗ്രഹിച്ചു വരുന്ന ആൾക്കാരാണെന്നാണ് എൻ്റെ മനസ്സിൽ. അതായത് ഒരുപാട് പേരുണ്ട് ക്ലാസ്സിൽ. അപ്പം വന്ന് അവരോടൊക്കെ സംസാരിച്ച് കാര്യങ്ങൾ നമ്മൾ സിനിമനെ കുറിച്ച് സംസാരിക്കണം. സാറുമാരും ടീച്ചർമാർക്കും എല്ലാവർക്കും എൻ്റെ മനസ്സിലെന്താണെന്നും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ഈ പറയുന്ന പോലെ ഉഴപ്പും പരിപാടിയും, കാരണം വെച്ചാൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, സിനിമയിലേക്ക് എത്താൻ ഇതൊക്കെ ആവശ്യമുണ്ടോ? നമ്മളാകെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ സിനിമ കാണാം, നല്ല സിനിമയുടെ ഭാഗമാവുക, ഇതാണ് നമ്മുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഇത്രയും ഈ ബുക്കുകളിൽ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഭയങ്കര തിയറി ഭയങ്കര ആവശ്യമുണ്ടോ? ഈ സാർമാർ പറയുന്ന സാധനം തന്നെ തിയറിയിൽ, ഈ സാർമാർ പറയുന്ന സാധനം തന്നെ നമ്മളെ മനസ്സിൽ കയറിയിട്ടുണ്ട്. നമ്മളൊരു സാധനത്തിനെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞാൽ മാത്രം പോരെ, വേറൊരു സാധനത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഡിഗ്രി ആയതിൻ്റെ പേരിൽ തന്നെ നമുക്കൊരു IT പോളിടെക്നിക് പോലെ ഒരു സബ്ജക്റ്റുമ്പോൾ മാത്രം ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റില്ല, എല്ലാ സബ്ജക്റ്റും പഠിക്കാൻ വേണം. അങ്ങനെ ഡിഗ്രി പഠിക്കില്ല തന്നെ ഞാൻ ഒരുപാട് ഷോർട്ട് ഫിലിംസിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ എന്തോരം ഷോർട്ട് ഫിലിംസിൻ്റെ പിന്നാലെ ഇങ്ങനെ കുറേ കഥകൾ സംസാരിക്കുക, നമ്മളെങ്ങനെ മിനിമം ബഡ്ജറ്റിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഏത് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റും, ആരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും, കുറച്ചുകൂടെ ടെക്നിക്കലി അറിയുന്ന ആൾക്കാരെ കൊണ്ട് നമുക്ക് ഇന്നാക്കാം. ഫ്ലോപ്പായിട്ടുണ്ട്, ഇഷ്ടംപോലെ ഫ്ലോപ്പായിട്ടുണ്ട്. എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം ഡയറക്റ്റ് ചെയ്യാനിരുന്ന ഷോർട്ട് ഫിലിം വരെ ഷൂട്ട് ചെയ്തെങ്കിൽ 3-4 ദിവസം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ നല്ലപോലെ അറിയാലോ. എന്നിട്ടും ഞാനതിനെ ഓവർകം ചെയ്ത് ഓരോ ദിവസം കൂടുന്നോറും ഞാൻ ആ സ്ട്രഗിളിങ് എടുത്ത് ഡിഗ്രി കഴിഞ്ഞ് കറക്റ്റ് ടൈമിൽ എന്താ വെച്ചാൽ ഞാനൊരു VFX അക്കാഡമിയിൽ പോയി. ഓക്കെ, നമുക്ക് ഇനിയൊരു അനിമേഷൻ VFX പഠിക്കാം, കാരണം ഇനിയുള്ള യുഗം അതാണ്, ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഫ്യൂച്ചർ അതാണ് എന്നുള്ള ചിന്തയിലേക്ക് വന്ന സമയത്ത് ഓക്കെ അല്ല. കാരണം ഇത് നമുക്ക് സെറ്റാവുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫോട്ടോഗ്രാഫി ചെയ്യുന്നു, സിനിമോഗ്രാഫിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്നു, നമ്മളൊരു സ്റ്റുഡിയോയുടെ അകത്തിരുന്ന് വർക്ക് ചെയ്യേണ്ട ഒരാളാണോ? നമ്മളെ ടെക്നിക്കലി, കാരണം നമ്മൾ ഒരുപാട് സിനിമകൾ കാണുന്ന ആളാണ്, സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, നമുക്കിത് വർക്കാവുന്നുണ്ടോ? അങ്ങനെ ചിന്തിച്ച് ഞാൻ അതും ബാക്കൗട്ട് ചെയ്തിട്ട് ഞാൻ എറണാകുളത്ത് സിനിമയുടെ കൊട്ടകാല സിനിമയുടെ നാടെന്ന് പറയുന്ന
സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങനെ ഞാൻ ഒരു ദിവസം ഫോണിലിരുന്ന് ഫുള്ള് നോക്കി കുറേ അക്കാഡമികൾക്ക് എൻ്റെ നമ്പറും പേരും ഒക്കെ കൊടുത്ത് കണ്ടിന്യൂസ് വിളി. ഇപ്പം ഓൾമോസ്റ്റ് ചെന്നൈയിലെ അക്കാഡമി തൊട്ട് A to Z അക്കാഡമി വിളിച്ച് അങ്ങനെ വിളി വന്ന് ലാസ്റ്റ് ഒരു മലയാള സിനിമയിൽ ആ ടൈമിൽ നമ്മൾ പഠിക്കുന്ന ടൈമിൽ ഭയങ്കര സൂപ്പർ ഹിറ്റായ ഒരു പടത്തിൻ്റെ ഡയറക്ടർ അടക്കം നമ്മളതിനെക്കുറിച്ച് എന്തൊരു ചർച്ച. ആ ഡയറക്ടറും മലയാളത്തിൽ അറിയപ്പെടുന്ന കുറേ പുതിയ ടെക്നീഷ്യന്മാരുള്ള ഒരു അക്കാഡമി എന്നുള്ള രീതിയിൽ ഞാൻ പോയിട്ട് ഒരു അക്കാഡമി ചേർന്നു. ഒരു അക്കാഡമി അവിടെ പോയി ചേർന്നു. ഒരു എന്താ പറയുക നല്ലൊരു ഫീസ്, ഒരു എന്താ പറയുക നമ്മളെ കൊണ്ടൊരു മിഡിൽ ക്ലാസ് ഫാമിലിയൊക്കെ താഴെയുള്ളൊരു ഫാമിലിയാണ് നമ്മൾ. അതിനേക്കാൾ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റാത്തൊരു പൈസ അവർ പറയുന്നത്. പക്ഷെ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു പൈസ. നമ്മിതെങ്ങനെ ഓവർകം ചെയ്യും? അതായത് നമ്മളെ ഇതെങ്ങനെ പഠിക്കാൻ പറ്റും? മാസം ഇത്ര രൂപ നമുക്ക് എന്തുണ്ട് ഫീസ് ഉണ്ട്. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കടകളിലും കയറി ഇറങ്ങിയിട്ടുണ്ട് വേക്കൻസി വെച്ചിട്ട്. അതേ സമയത്ത് നമ്മളെ ഫ്രണ്ട് തന്നെ അവിടെ ഷോപ്പുണ്ട്, അതിൻ്റെ അടുത്ത് പറഞ്ഞ് ഈ പാർട്ട് ടൈം ഇവിടെ കയറിക്കും. അപ്പം ഞാൻ കോളേജിൽ ചേരാനുള്ള പൈസ അവിടെ നിന്ന് പൈസ മേടിച്ച് കോളേജിൽ ഒരു ടോക്കൺ അഡ്വാൻസ് കൊടുത്തിട്ട് മാസം ഫീസ് അടക്കുന്ന രീതിയിലേക്ക് ഒരു പെർഫ്യൂം ഷോപ്പ് അവരെ സജീവ് ഫ്രാഗ്രൻസ് ഫാക്ടറി എന്ന് പറയുന്ന ഷോപ്പിൽ സജീർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ ഷോപ്പിൽ ഞാൻ കയറി. അങ്ങനെ അവിടെ നിന്ന് പഠിച്ചിരുന്നത്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സിനിമോഗ്രാഫി പഠിച്ചത് ശരിയാണ്, പക്ഷെ സിനിമോഗ്രാഫി പഠിപ്പിക്കുക അല്ലെങ്കിൽ പഠിപ്പിച്ച് തരാൻ പറ്റിയ ഒരു കഴിവുള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സിനിമോഗ്രാഫി എന്ന് പറഞ്ഞ സാധനത്തിനെ പഠിപ്പിച്ച് തരാനുള്ളൊരു കഴിവുള്ള ഒരാൾ പഠിച്ചു തന്നു കഴിഞ്ഞാൽ തലേക്ക് കയറുന്നൊരു സാധനമാണ് സിനിമോഗ്രാഫി. നമ്മളെ കൂടെ നിന്ന് നമ്മളെ ചേർത്ത് നിർത്തി പഠിപ്പിക്കുന്ന ഒരു സാധനം സിനിമോഗ്രാഫി. മറ്റുള്ള ഇപ്പോൾ എഡിറ്റിംഗ് ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, മറ്റുള്ള പ്രോസസ്സിങ്ങിനെ സംബന്ധിച്ച് സിനിമോഗ്രാഫി എന്ന് പറഞ്ഞ സാധനം വിഷനാണ്. അതായത് ഒരുപാട് പേര് ഇവിടെ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാണ്ട് തന്നെ നിമിഷ് രവിയൊക്കെ ഉണ്ടല്ലോ, നിമിഷ് രവി പറഞ്ഞ പോലെ തന്നെ യൂട്യൂബ് മാത്രമൊന്നുമല്ല അക്കാഡമിയിലും പഠിച്ചിട്ടുണ്ടെന്നാണ്. ലൂക്കൊക്കെ മുന്നേ അരുൺ ബോസിന്റെ അക്കാഡമി LV പ്രസാദിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഓൾറെഡി അങ്ങനെ വരാം. എനിക്കറിയില്ല, ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ സ്കില്ലഡ് ആണ്, അല്ലാതെ പറയുന്നില്ല. പക്ഷേ ഒരു സാധാരണക്കാരൻ സിനിമയെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾ, അങ്ങനെയുള്ള ഒരാൾക്ക് ഇപ്പം ഈ പറയുന്ന പോലെ ഇന്നല്ല യൂട്യൂബൊക്കെ ഭയങ്കര ഡിമാൻഡഡ് ആയത്. പിന്നീട് നമുക്കുള്ള ഒരു ചോയ്സ് എന്ന് പറയുന്നത് അക്കാഡമിയാണ്. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരൻ വഴി സിനിമയിലേക്ക് എത്തുക എന്നുള്ളതാണ്. പക്ഷെ സിനിമയിലേക്ക് എത്തിയാലും നമുക്കെല്ലാം ആയിട്ടില്ല. സിനിമയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ സ്ട്രഗ്ലിംഗ് പീരീഡാണ്. സിനിമയിലേക്ക് ഇന്നായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും സിനിമകൾ കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ പുറത്തേക്ക് നമുക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് എൻട്രായി കിട്ടിയാൽ മതി എങ്ങനെയെങ്കിലും. അതെ ശ്രീനിവാസൻ പറയുന്നുണ്ട് സിനിമയ്ക്ക് എത്താൻ അവർക്ക് എളുപ്പമായിരുന്നു, കാരണം ശ്രീനിവാസന്റെ മകൻ എന്നുള്ള രീതിയിൽ അവർക്ക് എത്താറുണ്ട്. പക്ഷെ അവർക്ക് സിനിമയിൽ കഴിവ് വേണം എന്നുള്ളൊരു സാധനം അതിന്റെ പ്രശ്നമാണ് ഈ പറയുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ സിനിമയിലേക്ക് എത്താൻ നമുക്ക് ആക്സസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഒരു സിനിമ കഴിഞ്ഞ അടുത്ത സിനിമയിലേക്ക് എത്താൻ അത് വല്ലാത്ത പ്രയാസമാണ്. അതായത് നമ്മൾ ഇരുന്നിട്ടുണ്ട്, ഒരു പടം കഴിഞ്ഞ അടുത്ത പടത്തിന് വേണ്ടിയിട്ട് ബാക്ക് ടു ബാക്ക് ഇരുന്നിട്ടുണ്ട്. അടുത്ത പടം എപ്പോൾ കിട്ടും എന്നുള്ളത് നമ്മളിരുന്ന് ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ വിളിക്കുക. നമുക്കൊരാളെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കയറി ചെല്ലുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു പടം കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ്ലി അടുത്ത പടം കിട്ടി. ബാക്ക് ടു ബാക്ക് എനിക്ക് ആ ടൈമിൽ പടങ്ങളുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്നത് വെച്ചാൽ എന്നെ മനസ്സിലാക്കിയ ഒരുപാട് പേര് ആ സിനിമ സിറ്റിയിലുണ്ടായിരുന്നു. ഞാൻ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് സിനിമ സമയത്ത് എനിക്കൊന്നും അറിയില്ല, അക്കാഡമിയിലൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഞാൻ ഈ പറയുന്ന ഏറ്റവും പ്രമുഖരായിട്ടുള്ള അക്കാഡമി പോലും എനിക്കൊന്നും കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് പൈസയാണ് വലുത്. സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കണോ വേണ്ടേ എന്നുള്ളത് അവരെ ചോയ്സ് അല്ല. ഈ എല്ലാ അക്കാഡമി ഞാൻ പറയണ്ട, ഞാൻ എന്നിട്ട് ഈ അവർ തന്ന ഒരു റെഫറൻസ് സിലബസ് ബുക്കും ഞാൻ MES അസ്മാബി പഠിച്ചിരുന്ന സിലബസ് ബുക്കും നോക്കിയിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ട്. ഇത് തന്നെയല്ല അവിടെ പഠിപ്പിച്ചത്. ഞാൻ ഇത്ര ലക്ഷങ്ങൾ കൊടുത്ത് പഠിക്കേണ്ട കാര്യമില്ല എന്നുള്ള സാധനം. അതായത് ഒരു അക്കാഡമി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരേണ്ട ഒരുപാട് ബേസിക് സാധനങ്ങളുണ്ട്. അതൊന്നും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല.
അവരാലോചിക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ പയ്യൻ ഇത് പഠിപ്പിച്ച് കഴിഞ്ഞ് നമുക്ക് ഒരു അടുത്ത സിനിമയിലേക്ക് കയറ്റിവിട്ട് ഞാൻ കഴിഞ്ഞു അവിടെ അവൻ്റെ ഭാവി കഴിഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വെച്ചാൽ ടെക്നിക്കലി നമ്മൾ പഠിക്കുക തന്നെ വേണം. അല്ലാതെ നമ്മൾ വെറുതെ ഒരു സിനിമ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പടത്തിൽ എന്ത് തേങ്ങാന്നും പറഞ്ഞ് നമ്മൾ ഇരിക്കും. ആ ഒരു സാധനത്തിന് അക്കാഡമിയിൽ പോയി പഠിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വേറെ അക്കാഡമി ഉണ്ട്, എല്ലാവരും പോയി പഠിക്കുന്ന, ലക്ഷങ്ങൾ കെട്ടി പഠിക്കുന്ന എറണാകുളത്ത് തന്നെ വേറൊരു അക്കാഡമി. അവിടെ ഒരു പയ്യൻ എൻ്റെ കൂടെ ബ്ലൈൻഡ് ഫോൾഡ് എന്ന് പറഞ്ഞ വെബ് സീരീസിൽ അസിസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അവൻ്റെ സിറ്റുവേഷൻ ഇതിനേക്കാൾ പരിതാപകരമായിരുന്നു. അവനവിടെ പണിയെടുത്ത്, ഹോസ്റ്റലിൽ പണിയെടുത്ത്, പാർട്ട് ടൈം പണിയെടുത്ത്, കഷ്ടപ്പെട്ട് അവിടെ എനിക്കിപ്പോൾ 25,000 ആണെന്നുണ്ടെങ്കിൽ എനിക്ക് 35,000 രൂപ 40,000 റുപ്യ ഒരു മാസം അടച്ചിരുന്നവൻ ഫീസായിട്ട്. എന്നിട്ട് ആ പയ്യൻ്റെ ഗതി എന്നേക്കാ ഗതി ഒരു ഗതി. അതായത് ഞാൻ പറയാം, ഞാൻ പോസിറ്റീവ് പടം ചെയ്യുന്ന സമയത്ത് എന്നെ ഇന്നാക്കുന്നത് ഉള്ളവരല്ലിട്ട് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാനത് ആ പെർഫ്യൂം ഷോപ്പിൽ ഇരുന്ന് പണിയെടുക്കുന്ന സമയത്ത്, ഞാൻ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ മീഡിയയിലെ പരിപാടി ചെറുതായിട്ട് ലേറ്റ് ആയപ്പോൾ ഞാനവിടെ ഷോപ്പിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ എന്നെങ്കിൽ അതൊരാൾ ഇരിക്കുന്നത്, ആ ഇരിക്കുന്ന ആളെന്നോട് ചോദിച്ചാൽ എവിടെ പോയി എന്ന് ചോദിച്ചു. ഒരു റിസ്വാൻ എന്ന് പറഞ്ഞിട്ട് എവിടെ പോയി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പരിപാടി പൊന്നിയിൻ സെൽവൻ 2012 പടത്തിൻ്റെ ഒക്കെ പ്രമോഷൻ പരിപാടികൾ, അങ്ങനെ പരിപാടി ഞാൻ ചെയ്യാറുണ്ട്, അതിന് പോയേക്കാരെന്ന്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറയടാ, എൻ്റെ ബ്രദറൊക്കെ സിനിമോഗ്രാഫേഴ്സ് ഉണ്ടാകുന്ന പറഞ്ഞ്. അപ്പോൾ പേര് പറഞ്ഞപ്പോൾ എന്താ വെച്ചാൽ മലയാള സിനിമയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമോഗ്രാഫേഴ്സാണ് 3 ബ്രദേഴ്സും. ജിംഷി ഖാലിദ്, ഖാലിദ് റഹ്മാൻ, ഷൈജു ഖാലിദ്, അതുകൂടാതെ ഫാസിൽ നാസർ പാജിക്ക. എൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ പറയും ഞാൻ ഇങ്ങനെ കുറേ ആയിട്ട് സിനിമ ട്രൈ ചെയ്യണം, ഒന്നും ആവണില്ല എന്ന് പറയുമ്പോൾ പറയും ഒരു കാര്യം ചെയ്യും, ഞാൻ പാജിക്കയായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഫാസിൽ നാസറിൻ്റെ അടുത്ത് സംസാരിച്ചു. ഫാസിൽ നാസർ എന്നെ ഇക്കാനോട് സാറിനെ വിളിച്ചിട്ട് റിസ്വാൻ പറഞ്ഞായിരുന്നു എന്ന് പറയും. അങ്ങനെ എന്നോട് പറഞ്ഞ് ഒരു ഫോട്ടോ അയക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് ഫോട്ടോ എന്ന് പറയുന്ന സാധനം എനിക്കില്ല, അക്കാഡമി വളരെ മോശമാണ്, ആ കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യും, നീ നമുക്ക് കയറിക്കും, അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ബേസിക് അറിയില്ലെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്കറിയാം, പരിപാടികളൊക്കെ അറിയാമെന്ന് പറയും. അങ്ങനെ അന്നാണ് ഞാനും അനന്തവും മീറ്റ് ചെയ്യണത്. അപ്പം എൻ്റെ വിചാരം അനന്തൂനെ എന്തെങ്കിലും അറിയാം, അനന്തൂനെ ഒന്ന് പഠിച്ചെടുക്കാം. അപ്പം ഞാൻ അനന്ത് വിചാരിച്ച റേസിന് എന്തെങ്കിലും പഠിച്ചെടുക്കാം. അപ്പം പിന്നെ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം കണ്ടപ്പോൾ മനസ്സിലായി, ഓക്കെ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല എവിടെയെങ്കിലും ഒന്നുമില്ല അതിന് പറഞ്ഞ പോലെ അയ്യോ എന്നോടൊന്നും ചോദിക്കില്ല, എന്നിൽ ഔഷധ ഗുണമില്ല, ആ ഒരു സാധനമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമൽ നന്ദിയത് എന്ന് പറഞ്ഞിട്ട് അഖിൽ ജോർജിൻ്റെ ചീഫ് അസോസിയേറ്റ് ആയിട്ടുള്ള അമലേട്ടനെ അന്നാ പടത്തിൻ്റെ അസോസിയേറ്റ്, അതുകൂടാതെ ബിജു PC തിരുവനന്തപുരത്തൊരു ഗാഫർ, പ്രമുഖനായിട്ടുള്ള ഗാഫർ തന്നെ, അത്യാവശ്യം നല്ല ഇവരാർന്ന് ഞങ്ങളെ ലീഡ് ചെയ്തിരുന്നത്. അപ്പോൾ സെറ്റിൽ ഇതേപോലെ ഒരു പർട്ടിക്കുലർ സീൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞ് പോയിട്ട് ഒരു കാര്യം ചെയ്യും, Court 85 എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അടിയിലേക്ക് നോക്കിയിട്ട് ആ സ്റ്റൂളായിരിക്കും, ആരുടെ കാലിൻ്റെ സ്റ്റൂളായിരിക്കും. അപ്പോൾ ഇത് കൂടെ കൊടുത്തിട്ട് പറഞ്ഞ് എന്ത് വിട്ട് Court 85 ഒന്നും നോക്കടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഷൗട്ടാക്കി. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, എന്നോട് ഒരൊറ്റ കാര്യം ചോദിച്ചോളൂ, നീ ഒരു കാര്യം ചെയ്തു, നിനക്കറിയാവുന്ന കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ റോപ്പ്, കയറ്, കപ്പി, അതുപോലെ തന്നെ ഈ ജെൽ പേപ്പർ, അത് ജെൽ പേപ്പർ മീൻസ് നമ്മളെ കളർ പേപ്പേഴ്സ് ഇല്ലേ, പച്ച, മഞ്ഞ, ചുവപ്പ്, ഓറഞ്ച്. എനിക്കറിയണമെന്ന് പേപ്പർ ഇത് മാത്രമുള്ള കാരണം ഞാൻ പഠിച്ച അക്കാഡമിയിൽ സാറുമാർ പറയുന്ന ഒരു കാര്യം ചെയ്യും, ആ മഞ്ഞ പേപ്പർ ഇട്ടിട്ട് ലൈറ്റ് വെക്ക്, ഒരു കാര്യം ചെയ്യും, ബാക്കിൽ നിന്ന് ഒരു നീല പേപ്പർ ഇട്, അല്ലെങ്കിൽ ആ വിൻഡോക്കൊക്കെ പച്ചയും ചുവപ്പൊക്കെ അടിക്കും. എനിക്കിതറിയുള്ളൂ, ലക്ഷങ്ങൾ കൊടുത്ത് പഠിച്ചാൽ എനിക്കിതറിയുള്ളൂ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഇവരെ കണ്ടപ്പോഴേ ഈ ജെൽ പേപ്പർ നോക്കിയിട്ട് എന്നെ ഇങ്ങനെ നോക്കും. എന്നിട്ട് അപ്പോൾ പാച്ചിക്ക ഒന്നും പറയില്ല, പക്ഷെ പാച്ചിക്കാനുള്ള വിളിച്ചിരുത്തി. അങ്ങനെ എൻ്റെ അടുത്ത് എന്നോട് ഇത്രയും, അതായത് സിനിമാക്കാരുടെ ഇടയിൽ ഇത്രയും സ്നേഹമുള്ള ആൾക്കാർ ഞാൻ കണ്ടിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ മുന്നും കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് അവർ ദൈവത്തെ പോലെയാണ്. കാരണം വെച്ചാൽ എൻ്റെ മാഷ് അല്ലെങ്കിൽ എൻ്റെ സാറ് എൻ്റെ ദൈവം എന്ന് പറയുന്നത് അവരാണ് ഇപ്പോൾ. കാരണം എന്താ വെച്ചാൽ എന്നോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നീ ആ പേപ്പേഴ്സ്, ഫിൽറ്റർ പേപ്പേഴ്സിൻ്റെ, അതായത് ആ റോളുമ്മ ഒരു സീറ്റുണ്ട്, അതുമ്മ കോഡ് എഴുതിയിട്ടുണ്ടാവും 603 മൂൺലൈറ്റ് വെയിറ്റ്, അങ്ങനെ കോഡ് എഴുതിയിട്ടുണ്ടാവും. നീ അതെന്തൊരു കാര്യം ചെയ്യും, അത് എഴുതിയെടുത്തിട്ട് നീ നാളെ വായോ ഞാൻ പറഞ്ഞുതരാമെന്ന് പറയും. അങ്ങനെ ഞാനെന്താ വെച്ചാൽ അത് എഴുതിയെടുക്കും.
603 മൂൺലൈറ്റ് വൈറ്റ് ഹാഫ് അല്ല ക്വാർട്ടർ എഴുതിയെടുക്കും. ക്വാർട്ടർ 85, അതുപോലെ 216 250. അപ്പോൾ ഈ 216 250 എന്ന് പറയുമ്പോൾ നമ്മൾ ലൈറ്റ് സോഫ്റ്റ് ചെയ്യണ പേപ്പേഴ്സാണ്. അപ്പോൾ ഈ എൻ്റെ വിചാരം എന്ന് വെച്ചാൽ ക്യാമറ ഫിൽറ്റേഴ്സും ലൈറ്റിംഗ് ഫിൽറ്റേഴ്സും സെയിം ഇടുന്നതാണ്. ഒന്നാണ്, പക്ഷെ രണ്ടാണ്. ലൈറ്റിന് വേറെ ഫിൽറ്റേഴ്സ് ഉണ്ട്, ക്യാമറക്ക് വേറെ ഫിൽറ്റേഴ്സ് ഉണ്ട്. അപ്പം ഞാനതൊക്കെ ആ സെറ്റിൽ പോയി അറിയണ. അങ്ങനെ ഞാനെന്താ വെച്ചാൽ ഈ ലൈറ്റിംഗ് ഫിൽറ്റേഴ്സിൻ്റെ പേപ്പേഴ്സൊക്കെ എഴുതിയെടുത്തിട്ട് റൂമിൽ ബീച്ചാൻ്റെ എടുത്തിട്ട് ബീച്ചാണ്. അപ്പോൾ എനിക്ക് പഠിപ്പിച്ചു തരും. അതായത് ഒരു അച്ഛനൊരു മകനോട് എങ്ങനെ പറഞ്ഞു കൊടുക്കുക, അതുപോലെ തന്നെ എന്നോട് പറയാം അതങ്ങനെ ഇടണ്ട, ഇങ്ങനെ നമ്മൾ അടിച്ചിട്ടൊക്കെ അമലേട്ടനും പറയണ മോനെ അങ്ങനല്ല, മോനിങ്ങനെ ചെയ്യും. അതായത് ഏതാ ഒരു സ്റ്റാൻഡിൽ അങ്ങനെ നമുക്ക് എല്ലാ സാധനം, അതുപോലെ പേപ്പേഴ്സ് എത്ര സ്റ്റോപ്പ് കട്ടാവും, ഒരു ലൈറ്റ് ഈ ഓപ്പൽ എന്തിനു വെക്കുന്നു, ഒരു പേപ്പർ എങ്ങനെ വെക്കുന്നു, ഇതെന്തിനു വെക്കുന്നു, അതെന്തിനു, ഇതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തരും. അപ്പം ഞാൻ അതിന് ശേഷം എന്താ വെച്ചാൽ ഡയഗ്രാം വരയ്ക്കാൻ തുടങ്ങി. അതായത് അന്നത്തെ ദിവസം സീൻ എടുക്കുന്നതിൻ്റെയൊക്കെ ഡയഗ്രാം വരച്ചിട്ട് ഞാനന്ന് റൂമിൽ പോയിട്ട് ഇത് വരച്ചിട്ട് ഓക്കെ ഇത് ഇങ്ങനെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിന് വേറെ ഓപ്ഷനും കൂടി ഉണ്ട്. കാരണം ഒരു കണ്ടിന്യൂറ്റി സീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സാധനം കാണിക്കാം, ഇങ്ങനെയാണ്. അപ്പോൾ അവരില്ലെങ്കിലും ഞങ്ങളെ വിടും. എന്നോട് പറയും റേസ് കാര്യം ഞാൻ ലൈറ്റ് ചെയ്തോ, കണ്ടിന്യൂ ചെയ്തോളാം. ഞാനെന്താ വെച്ചാൽ അത് നമ്മളെ ലൈറ്റിലെ ചേട്ടന്മാരായിട്ട് പോയിട്ട് ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ആ ലൈറ്റ് ചെയ്യും. ഈ രണ്ട് ഓപ്ഷൻ അവിടെ വന്നു. ഈ സാധനം ഞാൻ പഠിക്കുന്നത് ആ 2 പേരിൽ നിന്നാണ്, ഒരു അക്കാഡമിയിൽ നിന്നല്ല. ബേസിക് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡിഗ്രി അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ. അല്ലാണ്ട് എനിക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒന്നുമില്ല. പക്ഷെ സാറുമാര് പറഞ്ഞുള്ള ബേസിക് നോളജ് ഇല്ലേ, അതിപ്പം ഞങ്ങളെ വണ്ടിയിലുണ്ട്. ആ ഒരു സാധനം എപ്പോഴും എവിടെ പോയാലും ഉണ്ടാവും. ആ സാധനം പ്രൈവറ്റ് അക്കാഡമി പോയിട്ട് പോലും കിട്ടിയില്ല, ലക്ഷങ്ങൾ കൊടുത്ത് പഠിക്കുന്ന അക്കാഡമി പോയിട്ടും കിട്ടിയില്ല. അവർക്ക് പൈസ മുഖ്യം. ഇല്ല നമ്മള് ഇപ്പൊ മൈനാർ സാറാണെങ്കിൽ എങ്ങനെ ട്രെയിൻ ചെയ്യിച്ചതെന്നൊക്കെ അറിയാലോ. കോഡ് കഴിഞ്ഞിട്ടുണ്ട് നമ്മ മൈനാർ സാറ് ശരിക്കും ഓൾമോസ്റ്റ് ക്ലാസ് കോവിഡ് ടൈമിൽ പോയി കേരള സമയത്ത് കയറി സെക്കൻഡ് ഇയർ ലാസ്റ്റ്, അതായത് ഫസ്റ്റ് ഇയർ ലാസ്റ്റോടുകൂടി കോവിഡ് തുടങ്ങി. അങ്ങനെ സെക്കൻഡ് ഇയർ ഫുൾ ഓഫ് പോയി. തേർഡ് ഇയർ ഒരു പകുതിയോടുകൂടി ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ആ ഒരു ടൈമിലാണ് നമുക്ക് ഈ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് കിട്ടിയ ഒരു സാധനം മാത്രം മനസ്സിലുള്ളത്, ഇപ്പോഴും മൈൻഡിലുള്ളതാണ്. മൈനാക് സാറിൽ നിന്ന് ഞാൻ പഠിച്ചൊരു സാറുമാരെ എല്ലാവരും എനിക്ക് അറിയാവുന്നതുകൊണ്ടും എനിക്ക് കുറച്ച് ആൾക്കാരെന്ന് കിട്ടുന്ന സാധനങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. മൈനാക് സാറിനെന്ന് വെച്ചാൽ നമ്മളോട് പറയും, നമ്മളൊരിക്കലും ഒരു പേന പേപ്പർ എടുത്തുള്ള യുഗം കഴിഞ്ഞു, ഇനി ഡിജിറ്റലി ഉള്ള യുഗമാണ്. ഡിജിറ്റലി നിങ്ങൾ ചെയ്യാൻ പഠിക്കുക, അപ്ഡേറ്റ്. നമ്മളെടുത്തൊരു എന്താ പറയുക, ഒരു അപ്രീസിയേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡിജിറ്റലി ചെയ്യും. ഞാൻ പിന്നെ ആ ഡിജിറ്റലിയുള്ള പരിപാടി അങ്ങനെ നമുക്ക് ഡിജിറ്റൽ പരിപാടി കൊണ്ട് ഒരുപാട് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ വലിയ സംഭവമായിട്ടില്ല. നമ്മൾ 2000-ന് ശേഷം നമ്മൾ ജനിച്ചേക്ക് ഇത് വന്നിട്ട് വലിയ കാലമൊന്നും ആയിട്ടില്ല. പക്ഷെ എന്താ വെച്ചാൽ നമ്മളത് ചെയ്യാൻ പഠിച്ചിട്ടില്ല. അതൊരാൾ നമുക്കൊരു പറഞ്ഞു തരുമ്പോൾ നമ്മൾ അത് ചെയ്യുക. ചില നോട്ട്സുകൾ കിട്ടുന്നത് ചില സ്ഥലങ്ങളിൽ നിന്നാണ്. ആ സാധനം നമുക്ക് പുതിയ അറിവണത്. ശരിയാണല്ലോ സാറ് പറഞ്ഞത് ശരിയാണല്ലോ. പക്ഷെ ഇന്നും ഇപ്പോൾ നമുക്കൊരു സ്ക്രിപ്റ്റ് അയച്ചു തരുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, മേലെ ആയിക്കോളൂ. അതും നമുക്ക് സ്ക്രിപ്റ്റ് അവർ ടൈപ്പ് ചെയ്തത്, ഇതിൽ എഴുതിയതല്ല, ഡ്രാഫ്റ്റ് ചെയ്തത് സിസ്റ്റത്തിൽ. അതാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനൊക്കെ ഒരു സ്ക്രിപ്റ്റ് എഴുതാന്നിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ അല്ല. ഇപ്പൊ പറഞ്ഞല്ലോ ഞങ്ങൾ വായിച്ച സ്ക്രിപ്റ്റുകളിൽ പാർഷാക്കാട് 2 പടം ചെയ്തത്, പിന്നെ ലിയോ സാറിൻ്റെ പടം. ഈ അപ്രീസിയേഷൻ ഇതൊക്കെ എഴുതുമ്പോൾ കിട്ടുന്ന സാധനം എന്ന് വെച്ചാൽ വളരെ മൈന്യൂട്ട് സാധനങ്ങൾ വരെ നമ്മൾ അപ്രീസിയേഷനിൽ എഴുതുമ്പോൾ ഇത് സ്ക്രീൻ പ്ലേയിലേക്ക് ഇപ്പം നമ്മൾ സ്ക്രീൻ പ്ലേ എഴുതുമ്പോൾ അവരെങ്ങനെയാണ് അത് നോട്ട് ചെയ്തുള്ളത് ഭയങ്കര രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഡീറ്റെയിലിങ് സാധനങ്ങൾ നമുക്ക് കിട്ടും. അത് ചില ആൾക്ക് റൈറ്റേഴ്സിൽ നിന്ന് കിട്ടുന്നൊരു സാധനമാണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ബുക്കുകൾ വായിക്കുക, സാറ് പറഞ്ഞ പോലെ ബുക്കുകൾ വായിക്കുക, സിനിമകൾ കാണാം. ഞാനിപ്പോൾ ബുക്കുകൾ വായിക്കാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷ്വലൈസേഷൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സാധനമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ യൂട്യൂബിൽ വരുന്ന ഒരുപാട് കഥകളില്ലേ, ക്രൈം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അത് കേൾക്കാം. കാരണം എന്താ വെച്ചാൽ അവരെങ്ങനെ ഭയങ്കര രസമായിട്ട് കഥ പറയുന്നവരുണ്ട്. പിന്നെ മറ്റേ എന്താ പറയുക, സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ, ഇവരൊക്കെ കഥ അതുപോലെ ഒരു മറ്റേ നമ്മളെ മലയാള മനോരമയില അതിൽ പറയുന്നുണ്ട്,
ഇതൊക്കെ ഞാൻ കേൾക്കും. കാരണം എന്താ വെച്ചാൽ ഈ കഥയും വായിക്കും, ബുക്കുകളും വായിക്കും, ഇതും കേൾക്കും. ഞാൻ ഫ്രീ ടൈമിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ബുക്ക് വായിക്കുക, കഥ കേൾക്കുക, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ആരെങ്കിലും സ്ക്രിപ്റ്റ് നമ്മൾ എത്തിരും കൂട്ടുകാരന്മാരെ കഥ കൊണ്ട് തന്നിട്ട് പറഞ്ഞ് വായിച്ചു നോക്കാൻ പറയും. ഇത് റീഡ് ചെയ്യുക, എന്നിട്ട് അതിൽ നോട്ടുകൾ കാര്യങ്ങൾ. കാരണം വെച്ചാൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. നമ്മളൊരു സിനിമാറ്റോഗ്രാഫി മൂഡിലേക്ക് മാറി ശരിക്കും പറഞ്ഞാൽ. ഞാൻ ആലോചിച്ചപ്പോൾ എന്താ വെച്ചാൽ സിനിമാറ്റോഗ്രാഫിയാണ് ഇനി നമ്മളൊരു എക്സ്റ്റെൻഡ് പരിപാടികൾ, സിനിമാറ്റോഗ്രാഫിയിലേക്ക് ഫോക്കസ് ആകാൻ കൊടുക്കുക, അങ്ങനെ സാധനം. ഈ പറഞ്ഞ പോലെ അക്കാഡമിയിൽ എനിക്ക് ഉണ്ടോയെന്ന് അറിയില്ല ഈ ഫിൽറ്റേഴ്സിനെ കുറിച്ചും, ക്യാമറ ഫിൽറ്ററും ലൈറ്റിംഗ് ഫിൽറ്ററും വ്യത്യാസം. ഞാൻ പഠിച്ചതാണ്, അപ്പം ഞാനവിടെ സൗണ്ട് പഠിച്ചതാണ്. അപ്പോൾ അവര് കുറച്ചും കൂടി പഠിപ്പിക്കണ എനിക്ക് കണ്ടിട്ടുണ്ട്. അതിൻ്റെ വേറെ എന്ന് വെച്ചാൽ ഒരു അക്കാഡമി എന്താ വെച്ചാൽ സ്റ്റുഡൻസിന് കിട്ടാൻ വേണ്ടിയിട്ട്, സ്റ്റുഡൻസിന് നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്താ വെച്ചാൽ യൂണിറ്റിനെ ഏൽപ്പിക്കും, ട്രാക്ക് ആൻഡ് റോളിട്ട് ട്രാക്ക് പഠിപ്പിക്കും. ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടി വെറുതെ ട്രാക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. ഒരു നമ്മൾ ഈ സാധനം ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഒരു സീനോ സീക്വൻസിൽ ഇതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടല്ലേ. അല്ലാതെ നമുക്കൊരു എന്താ പറയുക വെറുതെ അങ്ങോട്ട് റോൾ ചെയ്യുക ഇതല്ല വേണ്ടത്. ഒരു സീനിന് ഈ ട്രാക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ഇമ്പാക്റ്റാണ് കിട്ടാൻ പോണെന്ന്, ആ സീനിൻ്റെ ഇമ്പാക്റ്റും കിട്ടണം. അത് നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കും കിട്ടുന്നത്, എന്നാലും ആ സാധനത്തിന് ഒരു സാധനം കിട്ടുള്ളൂ. വേർഷനാണ് ശരിക്കും ഫിഫ്റ്റിയിൽ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ സിനിമാറ്റോഗ്രാഫി പഠിക്കുന്ന പിള്ളേർക്ക് അത് വെറുത്തായിട്ട് ഫീൽ ചെയ്തുണ്ട്. അക്കാദമിക് കിട്ടുക എപ്പോഴും നമുക്കറിയാം, ബേസിക്കായി നമുക്ക് അവിടെ നിന്ന് കിട്ടുള്ളൂ, ബാക്കി നമ്മളെ കഴിവാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഓരോ ഫിൽറ്റേഴ്സ് ഞാൻ ഇവരെ വർക്കിനൊക്കെ പോകണതാണ്, മറ്റേ പ്രൊജക്ട് വർക്കിനൊക്കെ പോകണതാണ്. ഇവർ തന്നെ അതുപോലെ ആ ഫിൽറ്റർ എടുക്കുക, ഈ ഫിൽറ്റർ എന്നൊക്കെ. അപ്പം ഈ പറയുന്ന പ്രകാരം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഫിഫ്റ്റിൽ എനിക്കത് പഠിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ നമ്മളൊരു ഇപ്പം നമ്മുടെ MSSMAVI കോളേജിൽ കുറച്ചുകൂടെ ലൈറ്റിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയൊരു പ്രൈവറ്റ് അക്കാഡമിയിൽ പോയി ഒരു ഡിപ്ലോമ ചെയ്യേണ്ട ആവശ്യം, ഒരു സിനിമാറ്റോഗ്രാഫിനെ കുറിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യം ഇനി വരുന്നില്ല. കാരണം വെച്ചാൽ അവിടെ പഠിപ്പിക്കുന്ന ബേസിക് നോളജ് പ്രൈവറ്റ് അക്കാഡമി പഠിപ്പിക്കുന്നുള്ളൂ. സെപ്പറേറ്റ് ഫീസ് കൊടുത്ത് പോയി നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. സെൽഫ് ഫിനാൻസ് ആയി പഠിച്ച കോഴ്സ് ഒരു മാക്സിമം 3 വർഷം കൊണ്ട് 50,000 കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞാൽ പൈസ കൊടുക്കണല്ലടാ, പൈസ കൊടുക്കുന്നതല്ല, പൈസ കൊടുക്കുന്ന എന്തിനു കൊടുക്കുന്നു? അവിടെ എനിക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? അതും കൂടി നമ്മൾ ചിന്തിക്കണ്ടേ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ BBA എടുക്കാൻ പോയത് ഞാൻ വീട്ടുകാരോടൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഓവർകം ചെയ്തിട്ട് ഞാൻ സിനിമയിലേക്ക് വന്നതാണ്. എനിക്ക് സിനിമ പഠിക്കുന്ന ആഗ്രഹിച്ചിട്ട് ഞാൻ വന്നതാണ്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ വാപ്പേജൊക്കെ എല്ലാവരും എന്നോട് ഭയങ്കര എതിർപ്പാണ്. പക്ഷേ എനിക്ക് ചെയ്തല്ലോ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് ഒരു പക്ഷെ ഞങ്ങളെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്റെ വീട്ടുകാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് തോന്നിയ കാര്യം പേഴ്സണലി. അതിൻ്റെ വേറെ കേസ് എന്ന് വെച്ചാൽ അതിൻ്റെ മെയിൻ കാരണക്കാരൻ വാപ്പാണ്. കാരണം വെച്ചാൽ വാപ്പാനോട് ഞാൻ ഒരു കഥ എഴുതി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു പരിപാടി എഴുതി കഴിഞ്ഞാലോ ഞാൻ വാപ്പ അടുത്ത് പറയും, അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, സംഭവം വർക്കാവുമെന്ന് എനിക്കറിയില്ല, ഞാൻ കഥ കേട്ട് നോക്ക് എന്ന് പറയും. അങ്ങനെ കഥ പറയും. ബാഹുൽ ഇപ്പം ഞാനിത് പറയുമ്പോൾ ബാഹുൽ രമേശിൻ്റെ കഥ പറഞ്ഞ പോലെയാണ്. ഇപ്പം സത്യം പറയുന്നത് നമുക്ക് വാപ്പ തന്നെയാണ് എല്ലാം. വാപ്പാടെ കൂടെ ഇരുന്നാണല്ലോ നമ്മൾ ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വാപ്പാടെ നല്ല വശങ്ങൾ എടുക്കുക അല്ലേ, ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഏത് അപ്പൊ ഉമ്മ പറയാൻ എന്താ വെച്ചാല് വാപ്പാടെ കൂടെ നടന്നോ, പക്ഷെ വാപ്പാടെ നല്ല വശം പഠിച്ചാൽ മതി, പൊട്ട വശം പഠിക്കണ്ട. ഏത് ഒന്നാവാൻ പറ്റാത്തതിൻ്റെ ഫസ്റ്റ് വാപ്പാക്കുണ്ട്. അപ്പോൾ വാപ്പ ഒരുപാട് സിനിമനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ഞാനിങ്ങനെ ഒരു സാധനത്തിലേക്ക് വരും എന്നവർ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കാണെന്ന് അവർക്കൊരു വിശ്വാസമുണ്ട്. ആ ഒരു സാധനത്തിന്റെ ഒരു സാധനം നിങ്ങൾ അവിടെ കണ്ടത്. അതായത് ഓക്കെ അവൻ ഇത്രയും എത്തിച്ചല്ലോ, ഈ പരിപാടി ഇവിടം വരെ എത്തിച്ചല്ലോ, ഇനി നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ കയറിപ്പോവും. അതിൻ്റെ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് കറക്റ്റ് പ്രോപ്പറായിട്ട് ഞാനൊരു വർഷം കഴിഞ്ഞ സിനിമയിലുണ്ട്. അല്ല ഞാൻ ഇപ്പോൾ പറഞ്ഞത് ആ സാധനം പറഞ്ഞു വെച്ചാൽ ഇപ്പം പറഞ്ഞാണെങ്കിലും എൻ്റെ വീട്ടിലൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ സമയത്ത് അത് വിചാരിച്ചെന്ന് പറഞ്ഞാൽ അത് സീരിയസ് ആയിട്ടല്ല, ഇവനത് സിനിമ കണ്ട് നടക്കണോണ്ട് അതിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നു എന്നുള്ള സാധനമായിരുന്നു. പക്ഷെ നമുക്ക് സീരിയസ് ആണ്. അപ്പം നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവർ വിചാരം ഇവരെ ഏതെങ്കിലും ഒരു കോഴ്സൊക്കെ പഠിച്ചിട്ട് ജോലിക്ക് കയറും, ഇത് ഈ പ്രായത്തിൻ്റെ സാധനമാണ്, അത് കഴിഞ്ഞ് നമ്മളിത് വിടൂല എന്ന് മനസ്സിലായപ്പോൾ അവർക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ വാപ്പാണെങ്കിലും മുമ്പ് ഇങ്ങനെ ആക്ടിങ് എന്നൊക്കെയുള്ള രീതിയിൽ ആഗ്രഹിച്ചതാണ്, നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തൊഴിൽ ആക്ക് എന്നിട്ട് പൊക്കോന്ന് പറഞ്ഞതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് തന്നെ ഇറങ്ങുമെന്ന് മനസ്സിലായപ്പോൾ പിന്നെ അതൊരു പറച്ചിൽ നിർത്തി. പക്ഷെ എൻ്റെ അടുത്തും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഉമ്മ ആയിക്കോട്ടെ വീട്ടിലെല്ലാവരും പറയുന്നതാണ്,
ഒരു ജോലി അതിന് ശേഷം നീ സിനിമയിലേക്ക് ചെന്ന് നോക്കിക്കോളാം. അപ്പോഴും വാപ്പട് പറഞ്ഞത് സിനിമ എന്താ ജോലിയല്ലേ, സിനിമയിൽ പോയി കഴിഞ്ഞാൽ പൈസ കിട്ടില്ലേ. ഞാൻ വാപ്പ ഇത്ര പറഞ്ഞുള്ളൂ, അവരെല്ലാവരും നിൽക്കല്. ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ സ്റ്റേറ്റ്മെന്റ് ആണ്. ശരിയാണ്. കാരണം പറഞ്ഞാൽ എല്ലായിടത്തും ഇവൻ പറഞ്ഞ പോലെ ഒരു ജോലി മേടിച്ചിട്ട് ഇറങ്ങിക്കോ, അങ്ങനെയാണ് എല്ലാവരും പറയാ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു അല്ല അതിൻ്റെ ഇതാണ്ട മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ വീട്ടുകാരെ വിചാരം എന്ന് വെച്ചാൽ സിനിമ എന്ന് പറഞ്ഞാൽ ജോലിയും കൂലിയില്ലാണ്ട് നടക്കുന്നതാണ് ഒരു പരിപാടി എന്നാണ് അവരുടെ വിചാരം. ഒന്നും ചെയ്തിട്ട് ശരിയാവാത്ത പോണ സാധനം അതാണെന്നാണ് ഇവരെ വിചാരം. പക്ഷെ എന്താ വെച്ചാൽ സിനിമക്ക് ഇന്നത്തെ കാലത്ത് സിനിമക്ക് കിട്ടുന്ന ഒരു വരുമാനവും അല്ലെങ്കിൽ ശരിക്കും പറയാൻ വരുമാനം മറ്റുള്ളവർ പറഞ്ഞതനുസരിച്ച് വരുമാനം കുറവായിരിക്കാം. പക്ഷെ എന്താ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ എൻ്റെ പാഷൻ, എൻ്റെ അംബീഷൻ, ഞാൻ എന്താ അവിടെ നിന്ന് ആഗ്രഹിച്ചു ആ ഒരു പ്ലേസിലേക്ക് എത്തി. ഇത്തിരി സ്ട്രഗിൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഹാപ്പിയാണ്. എനിക്ക് അടുത്ത പടം വരും. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ വീട്ടുകാർ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേസ് എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെല്ലാവർക്കും ടെൻഷനാണ് ബിസിനസ് പരിപാടിയൊക്കെ ആയിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഹാപ്പിയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഭയങ്കര ഫ്രീ ആണ്. എനിക്ക് ഓക്കെ നമുക്ക് കറങ്ങിയിട്ട് വരാമെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന പോലെയാണ്. സിനിമക്ക് പോവാ, വർക്ക് ചെയ്യുക, പോരാ. അത് ഒരു എൻജോയ്മെൻറ്റ് ഫീൽ. കാരണം വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ എന്താ വെച്ചാൽ എനിക്കറിയാവുന്ന ആൾക്കാർ, അവരുടെ സർക്കിൾ, ഞാൻ അവരോട് സംസാരിക്കുന്നു, സന്തോഷിക്കുന്നു, കാലത്ത് പോകുന്നു, ഒരു പർട്ടിക്കുലർ ടൈം വരെ പണിയെടുക്കുന്നു പോലെ ചിന്ത എനിക്കില്ല. ഞാൻ പുതുതായിട്ട് പഠിക്കുകയാണ്. ഞാനൊരു സെറ്റിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ചെയ്ത ചെവിട്ടോർമ്മ എന്ന് പറഞ്ഞ സിനിമയുടെ ക്യാമറാമാൻ, പുള്ളിക്കാരൻ്റെ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഒരു ഹിന്ദി ബോംബെ ബേസ് ചെയ്തുള്ള ക്യാമറാമാനാണ്, മലയാളിയാണ്. പുള്ളിക്കാരൻ്റെ അടുത്ത് നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ സെറ്റ് വന്നു വെച്ചാൽ ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്. പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. എന്നോട് ഞാൻ പറഞ്ഞു സാറേ ഇന്നത്തെ ഷോട്ട് ഇത് എടുത്തിട്ട് നമുക്ക് ഈ കളർ പരിപാടിയല്ല പിടിക്കേണ്ടത്. സാർ പറയും ഓക്കെ നീ ചിരിച്ചേ, എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കവൾ അടിച്ചിട്ട് ചിരിപ്പിക്കും. അതായത് പുള്ളിനെ സംബന്ധിച്ച് പുള്ളി പറയണത് എന്താ വെച്ചാൽ നമ്മൾക്കൊരു അടിച്ച് പൊളിച്ച് എൻജോയ്മെന്റ് പോലെ സിനിമ ഷൂട്ട് ചെയ്യും. നിങ്ങൾ എന്തിനീ ടെൻഷൻ അടിച്ചിട്ട് പടം ചെയ്യുന്നത്, ഭയങ്കര സ്ട്രെസ് എടുത്ത് അങ്ങനെ. അതായത് അതൊക്കെ തന്നെയാണ് നമ്മളെ ഇന്ന് എല്ലാവരും വിചാരിക്കുന്നത്. ചില വയസ്സാവുന്നു അല്ലെങ്കിൽ സിനിമയുടെ മുന്നിൽ ഭയങ്കര ടെൻഷനായിട്ട് അതാവുന്നു ഇതാവുന്നു. അതാണ് ഫാമിലീസൊക്കെ ചിന്തിക്കുന്നത്. നമ്മുടെ ഹെൽത്തും ഫാമിലീസ് ചിന്തിക്കുന്നുണ്ട് കേട്ടാ. അവനക്ക് ഇത്ര വയസ്സായി, അവൻ എന്നിട്ട് സിനിമ എന്ന് പറഞ്ഞ് നടക്കുന്നു. പക്ഷെ സിനിമ എപ്പോഴും പോസിബിൾ, ഭയങ്കര പോസിറ്റീവ് സാധനം ഉണ്ടാ എനിക്കിട്ടാ. സിനിമ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ ചില സമയത്ത് ഞാൻ ഭയങ്കര ഡൗൺ ആണ്, പല കാര്യം പേഴ്സണൽ കാര്യങ്ങൾ. അപ്പോഴും എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ഒന്ന് എൻ്റെ ആത്മീയമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള നിസ്കാരം, രണ്ടാമത് ഈ സിനിമയാണ്. ഞാൻ ചിലപ്പോൾ ഒരു സിനിമ കണ്ട് ഞാൻ സിനിമ ചെയ്യേണ്ട ആളാണ്, ഞാൻ തളർന്നു പോയ കാര്യമില്ല, അല്ലെങ്കിൽ ആ സിനിമയിലെ ക്യാരക്ടർ എന്നെ ഫീൽ ചെയ്യും. അപ്പൊ നീ പറഞ്ഞ പോലെ സിനിമ ഒരു എന്നെ സംബന്ധിച്ചൊരു റിഫ്രഷ്മെന്റ്. കാരണം നമ്മളത് ഇപ്പൊ ഒരു ബാഡായിട്ടൊരു മൂഡിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം എല്ലാവരും പറയുന്ന സംഭവം എന്ന് വെച്ചാൽ സിനിമ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. അതിന് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണണം. പക്ഷെ സിനിമ നീ ആലോചിക്കുക, ഒരു 199.9% ആൾക്കാർക്കും സിനിമയിൽ വരണം, അഭിനയിക്കണം, സിനിമയുടെ ഒരു ഭാഗമാവണം, എന്തെങ്കിലും സിനിമയിൽ ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ തല കാണിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റർടൈൻമെൻ്റ് എന്നുള്ള മാറ്റിയിട്ട് അതെന്തുകൊണ്ട് അവരാഗ്രഹമാണ് 10 ആൾക്കാരെ മുന്നിലൊരു ഷോ ഓഫ് ആവണം. എനിക്ക് ആ സമയത്ത് എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് സാധനം ഉണ്ടായി 10 ആൾക്കാർ മുന്നിൽ ആളാവണം, പട പേര് കളയാത്ത രീതിയിലാക്കണം. അത് പിന്നെ ഞാൻ പറയില്ലേ, എനിക്ക് ടെക്നിക്കൽ സൈഡിലേക്ക് തിരിഞ്ഞപ്പോഴാണ് എനിക്ക് ആ സാധനം മനസ്സിലായത്. അതൊന്നല്ല അടിപൊളി, ഇതാണ് അടിപൊളി. അതായത് നാണം കടയാൻ വേണ്ട, എന്നാലും പക്ഷെ അത് പറഞ്ഞു സിനിമാക്കാരെല്ലാവരും ഈ പറഞ്ഞ നാണം കടാൻ വരുന്നല്ല കേട്ടാ. അതായത് നമുക്കറിയാവുന്ന പണിയെടുത്ത് ജീവിക്കുക എന്നുള്ളതാണല്ലോ. ഞാൻ സിനിമയിൽ എന്താവണം എന്നുള്ളത് ഇപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഉണ്ട്. സിനിമയിൽ എനിക്ക് ഒരു സിനിമോഗ്രാഫർ ആവണം എന്നുള്ളതാണ് എൻ്റെ ഐഡിയ. അതുപോലെ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ നല്ല ഇപ്പം ഈ പറഞ്ഞ പോലെ എന്തോരം നല്ല ആൾക്കാരുണ്ടെന്നുണ്ട്. ഒരുപാട് ആൾക്കാർ പോയി എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ സ്ഥാനത്ത് ഒരുപാട് നടന്മാർ വന്നിട്ടില്ലേ, ഇല്ലേ? അതുപോലെ ഒരുപാട് ആൾക്കാർ സിനിമയിലേക്ക് പുതിയ ആൾക്കാർ വരുന്നില്ലേ. അതാണ് നല്ലൊരു കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇപ്പൊ റിലീസ് ആയ എക്കോ എന്ന് പറഞ്ഞ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആക്ടേഴ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർസ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ വിനീതാണെങ്കിലും നരേനാണെങ്കിലും എനിക്ക് അങ്ങനത്തെ നരേനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ്. ഇതിന്റെ രസം എന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണലാണ്. അതായത് സിനിമ മോഹിയായിട്ടുള്ള ഒരാൾക്ക് സിനിമയിൽ എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഏറ്റവും വലിയ ഗോൾഡൻ ചാൻസ് എന്താണെന്നറിയോ? നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മളെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള നടന്മാരെ അഭിനയം നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അവരുടെ പെർഫോമൻസ്, ആ ഒരു സാധനം നേരിട്ട് കാണാൻ കിട്ടുന്ന ഭാഗ്യം എന്ന് വെച്ചാൽ വേറെയാണ്. ആളൊരു ഞാൻ ലിജോ മോളില്ലേ,
പുള്ളിക്കാരി നല്ല ഓപ്പൺ ഏരിയയിൽ ഒരു മോഷൻ സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് നമുക്കധികം പണിയില്ല. ഞാൻ മോണിറ്ററിൽ ചെക്ക് ചെയ്യും ഇത് ഫോക്കസ് കറക്റ്റാണോ എന്നൊക്കെയുള്ള രീതിയിൽ. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റ് ക്യാമറ എന്ന് പറയുമ്പോഴത്തും ആക്ഷൻ പറയപ്പെട്ടല്ലോ, ആ ക്യാരക്ടറിൽ നിന്ന് വന്നൊരു സാധനമുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര നമുക്ക് നേരിട്ട് കാണാൻ. അതായത് ക്യാമറ എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ ക്യാമറ എന്ന് പറഞ്ഞ സാധനം എന്ന് വെച്ചാൽ നല്ല ഹാപ്പിനെസ് മൊമെൻ്റ് ആയിക്കോട്ടെ, നല്ലൊരു മൊമെൻറ്റുകൾ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് ക്യാമറ കൊണ്ട് പർപ്പസ്. ആ മൊമെൻ്റ് ആണല്ലോ നമ്മളത് എടുക്കുന്നത് എന്നുള്ളൊരു ഫീല് നമുക്ക് അവിടെ കിട്ടും. അത് വേറെയാണ്. നമ്മൾ ഒരുപാട് സിനിമ കാണുന്നതുകൊണ്ട് തന്നെ നമ്മൾ ചില സീക്വൻസുകൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ചില സീക്വൻസുകൾ കാണുന്ന സമയത്ത് എന്ത് രസമാണ് കാണാൻ. നമുക്ക് അറിയാതെ ഇപ്പം ഒരു പടം കണ്ട സമയത്ത് നമ്മളറിയാതെ സന്തോഷമുണ്ട് മനസ്സിൽ, എന്നാൽ കണ്ണീരുണ്ട്. ആ സാധനം കിട്ടുന്ന പോലെ ആയിരിക്കും നമുക്ക് നേരിട്ട സാധനം കിട്ടുമ്പോൾ. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം ഇവിടെ നിന്ന് കിട്ടിയാലും ആ ഒരു സാധനമൊക്കെ ഭയങ്കര രസമാണ്. അല്ല ഇപ്പം ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇത് ഇപ്പോൾ വളയിൽ അത്യാവശ്യം നല്ലൊരു കാസ്റ്റിംഗ് ക്രൂവിൻ്റെ ഒപ്പമാണ് വർക്ക് ചെയ്തത്. ലുക്മാൻ, അതുപോലെ തന്നെ വിജയരാഘവൻ സാറ്, പിന്നെ അബു സലീം. അപ്പോൾ അവരായിട്ടൊരു ഇപ്പോൾ അസോസിയേറ്റ് ക്യാമറമാനാണ് നീ. അപ്പോൾ അവരായിട്ടുള്ളൊരു ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇൻട്രാക്ഷൻ എന്ന് പറയാനായിട്ട് സത്യം പറഞ്ഞാൽ വൻ തിരക്കിലായിരുന്നു ഇതിൻ്റെ ഒക്കെ പരിപാടി. ഫുൾ തിരക്ക്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ഷഫ്ലിംഗ് ആയിട്ടായിരുന്നു ഇതിൻ്റെ കുറേ ഷൂട്ട് പോയിക്കൊണ്ട്. ഈ ഷഫ്ലിങ്ങിൽ നമുക്ക് ഓൾറെഡി നമ്മളൊരു അസോസിയേറ്റ് അസിസ്റ്റൻ്റ് എന്നുള്ള ഒരു ലെവലിൽ തന്നെയാണ് ഞാൻ നിന്നിരുന്നത്. കാരണം വെച്ചാൽ കാരണം ഞാൻ എൻ്റെ ഫസ്റ്റ് പടം 2ാം തുടർവള ഞാനൊരു അസോസിയേറ്റ് ലെവലിലേക്ക് പെട്ടെന്നായ ഒരാളാണ്. അതെനിക്ക് എന്തിൻ്റെ അർത്ഥത്തിലാണ് എന്നെ ആക്കിയത് എനിക്കറിയില്ല. ഞാനത് ഇപ്പോഴും ഞാനൊക്കെ എന്ത് അർത്ഥത്തിലാണ് നിങ്ങൾ ഇതൊക്കെ ആക്കിയത്. ഇരിക്കട്ടെ, അത്യാവശ്യം എന്നേക്കാൾ എനിക്ക് അറിയാലോ, അങ്ങനെ ആൾ പറയാം. അപ്പോൾ ഞാൻ ഇതെന്നെ കളിയാക്കനാണോ അല്ലെങ്കിൽ അതായത് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ഷഫ്ലിങ് പരിപാടികളൊക്കെ നടന്നതിൻ്റെ പേരിൽ നമ്മൾ ആ ലൈറ്റിങ് കണ്ടിന്യൂറ്റി കാര്യങ്ങൾ, അതുപോലെ തന്നെ മോണിറ്റർ ചെക്കപ്പ് പരിപാടികളൊക്കെ അതിൻ്റെ പിന്നാലെ പോയതിൻ്റെ പേരിൽ നമുക്ക് ഒരുപാട് ആൾക്കാർ. എനിക്ക് പിന്നെ പേഴ്സണലി ഞാൻ ഭയങ്കര കമ്പനി ലുക്മാനായിട്ടാണ്. ലുക്മാൻ ഇങ്ങനെ ഒരു സീൻ കഴിഞ്ഞ് വരുമ്പോഴും നമ്മളത് വളർത്തിട്ട് ഓക്കെ അല്ലേ, എന്താണ് ഒരു സങ്കടം, ആ ലൈറ്റ് ശരിയായില്ല, ആ ലൈറ്റ് ശരിയാക്കും, നമുക്ക് അവർക്ക് വെയിറ്റ് ചെയ്യാം. അല്ല അവർക്ക് പറയാം, നമുക്ക് പോയി പറയാൻ പറ്റില്ല, ആ ലൈറ്റ് ശരിയായിട്ടില്ല. ആ ഒരു സാധനങ്ങൾ ധ്യാൻ ചേട്ടനൊക്കെ ഭയങ്കര, സത്യം പറഞ്ഞാൽ ധ്യാൻ ചേട്ടൻ ഭയങ്കര രസമുള്ള അഭിനേതാവാണ്. ഞാൻ പറയാം ധ്യാൻ ചേട്ടൻ ഞാൻ കണ്ടതിൽ ഏറ്റവും ഭയങ്കര രസമായിട്ട് തോന്നി എനിക്ക് വളയിലാണ്. ഞാൻ ആ വളയിൽ കട്ട് ചെയ്ത് വന്നതിന് ശേഷം ഞാൻ അവരോട് പറഞ്ഞു ധ്യാൻ ചേട്ടൻ അടിപൊളിയാണ് ഈ പടത്തിൽ നിന്ന്. ഭയങ്കര രസമായിട്ട് കുറെ പേർക്ക് ഇഷ്ടമല്ല ആള് അഭിനയം, പക്ഷെ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ടറാണ്. ഈ സെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര കാം കൂൾ. നമ്മൾ ഡയറക്ടർ ഇപ്പം മ്യൂസിക് പ്രോപ്പറായിട്ട് നല്ല രീതിക്ക് പറഞ്ഞു കൊടുക്കും. അതിൻ്റെ മാക്സിമം എന്താണ് തരാൻ പറ്റുക, കറക്റ്റ് 2, 3, 4 ടേക്കിൽ മാക്സിമം. കുഞ്ഞിരാമനാണെങ്കിലും അതുപോലെ അതിലൊക്കെയാണെങ്കിൽ ആള് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടാവും. പെർഫോമറാണ്. അത് എനിക്ക് ഭയങ്കര ഇതൊക്കെ ഞാൻ പറഞ്ഞു നേരിട്ട് കാണുന്നതിൻ്റെ ഒരു സാധനം അവിടെ കിട്ടും നമുക്ക്. പക്ഷെ ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അബൂക്ക് ആയിക്കോട്ടെ, വിജയരാഘവനായിക്കോട്ടെ, അതിൽ അഭിനയിച്ചുള്ള ഓൾമോസ്റ്റ് എല്ലാവരായിട്ടും സംസാരമുണ്ട് പടത്തിൻ്റെ ഓൾമോസ്റ്റ് ഷൂട്ടിനെ കുറിച്ച് കാര്യങ്ങൾ. പക്ഷെ എന്താ വെച്ചാൽ ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സംസാരങ്ങളില്ല. നമ്മൾ ഓൾറെഡി നമ്മൾക്ക് തന്നിട്ടുള്ളൊരു പൊസിഷൻ, അതിൻ്റെ ജോലി, അതായത് അസോസിയേറ്റ് എന്നുള്ള ജോലിയിലൊരു സാധനം ഉണ്ട്. പ്രൊഫഷണലിസം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒന്നാമത് എൻ്റെ 2ാമത് പഠനം, ആ ഒരു സാധനത്തിൻ്റെ ഒരു പ്രശ്നം അതിലുണ്ട്. ഒരു പെട്ടെന്ന് അയക്കണല്ലേ, അപ്പം നമ്മൾക്കത് നമ്മൾ ഇതിനെന്തെങ്കിലും ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ആയിരിക്കും. അതായത് നമ്മൾ കാരണം ഒരു ക്യാമറമാൻ ഒരിക്കലും ആവാൻ പാടില്ല. അപ്പം അതിൻ്റെ ഒരു പ്രഷർ നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു സാധനം കറക്റ്റായിട്ട്. വേറെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഇതിൽ ചോദിക്കണതാണ്. നമ്മളിങ്ങനെ ഓൺ പ്രൊഡക്ഷനിൽ ഇറങ്ങിയിട്ടില്ല. ഞാൻ ഇപ്പോൾ VFX അങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പടം കഴിഞ്ഞിട്ടാണല്ലോ കിട്ടുക. അപ്പോൾ ഞാൻ ഡയറക്ഷൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഡയറക്ടർക്ക് ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടാവും എല്ലാ ഡയറക്ടേഴ്സിനും. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഒരു സിനിമാറ്റോഗ്രാഫർ അല്ലെങ്കിൽ DOP എന്ന് പറഞ്ഞ ആൾക്കായിരിക്കും ഒരു അസോസിയേറ്റ് ക്യാമറമാൻ അല്ലെങ്കിൽ അസോസിയേറ്റ് സിനിമാറ്റോഗ്രാഫർ. അപ്പോൾ ആ ഒരു ജോലിയാണ്. ഇപ്പോൾ ഡയറക്ടറാണെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടറാണെങ്കിൽ ഇപ്പോൾ ക്ലാപ്പ് തൊട്ട് കുറേ പരിപാടികൾ അങ്ങോട്ടുണ്ട്. കണ്ടിന്യൂറ്റി നോക്കുക, മറ്റേ കോസ്റ്റ്യൂം കണ്ടിന്യൂ നോക്കുക, ആക്ഷൻ കണ്ടിന്യൂ നോക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ അതിൽ നിന്ന് ഈ അസോസിയേറ്റ് ക്യാമറമാൻ എങ്ങനെയാണ് ഇപ്പോൾ ലൈറ്റുകൾ മാത്രമല്ലാണ്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്യിപ്പിക്കുക അങ്ങനത്തെ കുറേ പരിപാടികളല്ലോ. അതിൻ്റെ ഒരു വർക്ക് ഫ്ലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക് ഫ്ലോ എന്ന് വെച്ചാൽ
ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ രണ്ടും ഇപ്പം AD ആയിക്കോട്ടെ AC ആയിക്കോട്ടെ, രണ്ടിൻ്റെയും ലാസ്റ്റ് ഫോം എന്ന് പറയുന്നത് പട്ടിപ്പണി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഫോം. അതായത് പണിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ. പണിയെടുക്കുക. ഇതിൽ കണ്ടിന്യൂറ്റി അങ്ങനെ ഒന്നുമില്ല. എല്ലാം ചെയ്യണം നമ്മളൊരു പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാലും നമ്മളൊരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ ഡയറക്ടർ പറയണം അതൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ കോസ്റ്റ്യൂം ചെയ്യാൻ പറ്റൂല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓൾ ഇൻ ഓൾ ആയിട്ട് നിൽക്കുക. ഇപ്പൊ സിനിമോട്ടോഗ്രാഫി ഇപ്പൊ ചോദിച്ചെന്തെങ്കിലും അസോസിയേറ്റ് ജോലി എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു സീക്വൻസ് എടുക്കാൻ പോകുന്നൊരു ലൊക്കേഷൻ, ഫ്രെയിം ലൊക്കേഷൻ നമ്മൾ പറയുന്നത് ഒരു ക്യാമറമാനും ഡയറക്ടറും കൂടി ഒരു സീക്വൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇങ്ങനെ ഒരു മൂഡ് വേണം എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ക്യാമറമാൻ അസോസിയേറ്റിൻ്റെ അടുത്ത് പറയും നമുക്ക് ഇങ്ങനെ ലൈറ്റപ്പ് ചെയ്യണം, ഇതാണ് നമുക്ക് ഈ സീൻ്റെ മൂഡ് ഇതാണെന്ന് പറയും. ഓക്കെ ഫൈൻ. അപ്പോൾ ക്യാമറാമാൻ പറഞ്ഞിട്ട് അപ്പുറത്ത് നിൽക്കുന്നുണ്ടാവും. നമ്മളെന്താ വെച്ചാൽ ക്യാമറാമാൻ്റെ ഇൻസ്ട്രക്ഷൻസ് മേടിച്ചിട്ട് നമ്മളതെന്ന് വെച്ചാൽ ലൈറ്റിൻ്റെ ബോയ്സായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ അവരോട് സംസാരിച്ച് ലൈറ്റപ്പുകൾ കറക്റ്റ് ചെയ്യുക. അതേത് ഓരോ മൂഡും ഇപ്പോൾ ഓരോ വൈഡിന് ഒരു വൈഡ് ആക്സിസിൽ ലൈറ്റ് ബൂസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലോസിന് വരുമ്പോൾ അതിനനുസരിച്ച് ലൈറ്റ് അപ്പ് ഡൗൺ ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ പറഞ്ഞതിൽ ഇപ്പോൾ അസിസ്റ്റൻസിൻ്റെ ഇതെന്ന് വെച്ചാൽ ഒന്ന് കണ്ടിന്യൂറ്റി, ലൈറ്റിങ് കണ്ടിന്യൂറ്റി ഉണ്ട്, ക്യാമറ പൊസിഷൻ കണ്ടിന്യൂറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഈ ഷൂട്ട് ചെയ്യുന്ന സാധനം തന്നെ അടുത്ത ഇതിൽ വരുമ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടണ്ടേ, ഇതേ ഇതിൽ വെക്കണ്ട അത്. മൂന്നാമത്തത് നമ്മളുടെ മെറ്റീരിയൽ കളക്ട് ചെയ്യുക, അതുണ്ട്. മെറ്റീരിയൽ കളക്ട് ചെയ്യലൊക്കെ എല്ലാവരും കൂടി ഈക്വലാണ്. മൂന്നാമത്തത് ഫോക്കസ് ചെക്ക് ചെയ്യുക, ഫുട്ടേജ് ചെക്ക് ചെയ്യുക. നാലാമത്തത് ഈ പറഞ്ഞ പോലെ DAT ഫുട്ടേജ്, അതായത് ക്യാമറയിൽ ക്യാപ്ചർ ആയിട്ടുള്ള ഫുട്ടേജ് നമ്മളെന്താ വെച്ചാൽ DAT കൊണ്ടുപോകും, എഡിറ്റർക്ക് കൊടുക്കാനുള്ള ഒരു DAT കൊണ്ടുവന്ന് ഫുട്ടേജ് കൺവേർട്ട് ചെയ്തൊന്നുണ്ടോ അത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. ഈ DATക്ക് ഒരു ആളുണ്ടാവില്ലേ? ഹാർഡുണ്ട്, നമ്മൾ ഓൾറെഡി ക്രോസ് ചെക്ക് ചെയ്യണത് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല നമ്മൾ ക്യാമറാസിൻ്റെ ടെക്നിക്കൽ, അതായത് ക്യാമറ കൊണ്ടുവരുന്ന ക്യാമറ പല സെറ്റിങ്സിലായിരിക്കും വരിക, അത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. ഇതെല്ലാം അസിസ്റ്റൻസുകളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതൊക്കെ ക്രോസ് ചെക്ക് ചെയ്യേണ്ട അസോസിയേറ്റ് ഉത്തരവാദിത്വം കൂടിയാണ്. കോർഡിനേഷൻ ഫുള്ള് നമ്മളെടുത്ത് അസോസിയേറ്റ് എന്തുകൊണ്ടാണ് നോക്കില്ല, അത് ശരിക്കും ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. ശരിക്കും വളരെ ഉണ്ടായിട്ടുണ്ട്, ബ്ലൈൻഡ് ഫോൾഡ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാല് അത് നമ്മുടെ തോൽവിയാണ്. കാരണം നമ്മളവരെന്തുകൊണ്ട് ഏൽപ്പിക്കുന്നു, അത് ക്ലീൻ ആയിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ്. അത്ര തന്നെ. പിന്നെ ഇപ്പൊ ചെവിട്ടോർമ എന്ന് പറയുന്ന പടം ചെയ്യുന്നു. എൻജോയ് എന്ന് പറഞ്ഞാലേ ഈ 3 പടത്തിൽ എൻ്റെ കൂടെ ഓൾ ക്രൂ മെമ്പേഴ്സിലെല്ലാവരും എൻ്റെ കൂടെ. ഫസ്റ്റ് പടത്തിൽ ഞാൻ പറഞ്ഞില്ലേ പണി, ഫസ്റ്റത്തെ ഒരു ഷെഡ്യൂൾ ഫുള്ള് ഈ പറഞ്ഞ പോലെ എഴുതിയെടുക്കുക പഠിക്കലായിരുന്നു. രണ്ടാമത്തെ ഷെഡ്യൂൾ തൊട്ട് എൻജോയ്മെൻ്റ് ആയി. കാരണം വെച്ചാൽ ഭയങ്കര ഫ്രീ ആയി എന്ന് വെച്ചാൽ ഷൂട്ട് കഴിഞ്ഞ് റൂമിൽ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഈ ടെക്നിക്കലി നമ്മളെക്കാളും എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരായിട്ട് സംസാരിക്കുക, ഇവർ പറയുന്ന നോട്ട്സുകൾ മേടിക്കുക, അത് കേൾക്കുക, അങ്ങനെ കുറേ കാര്യം. അതുപോലെ തന്നെ എൻജോയ്മെൻറ്റ് ഇഷ്ടം പോലെ ഉണ്ട്. ഇവരുമായിട്ട് കമ്പനി അടിച്ച് റോട്ടിൽ പോലും പരിപാടിയും അതിൻ്റെ ഒരു വൈബ് വേറെ. ഏത് പടത്തിൻ്റെന്ന് വെച്ചാൽ ഏറ്റവും വലിയ എൻജോയ്മെൻറ്റ് സിനിമയിലെത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ എൻജോയ്മെൻറ്റ്. വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഇങ്ങനെ ഇനി നമുക്ക് DOP ആയിട്ട് ഒരു പടം പ്രതീക്ഷിക്കാൻ പറ്റും, പെട്ടെന്ന് അസോസിയേറ്റ് ആയി പറഞ്ഞ്. അതല്ലാണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്ത പോലെ തന്നെ ഒരുപാട് നമ്മൾ അറിയുന്ന കൂട്ടുകാരന്മാർ ഈ പറഞ്ഞ കഥകളും കാര്യമായിട്ട് വരുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഇതിൻ്റെയൊക്കെ അവനൊരു ഫ്രഷറാണ്, നമ്മളൊരു ഫ്രഷറാണ്. ഒരു പടം ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ഒന്നുമില്ല നോക്കുക, അതിൻ്റെ ഫസ്റ്റ് പടം എന്നുള്ളതിലേ നോക്കുള്ളൂ. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും ഒരു ക്യാമറാമാൻ എന്നുള്ള രീതിയിൽ. പക്ഷെ ഒരു പടത്തിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് പ്രൊഡ്യൂസർ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ക്യാമറാമാനും നല്ലൊരു ഡയറക്ടറും, ഒരു ഫ്രഷർ ഡയറക്ടർ വരുമ്പോഴാട്ടോ. ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഡയറക്ടർക്ക് ഒരു ക്യാമറാമാൻ എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കാം. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അതന്നെ ഇപ്പം എന്തായാലും ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട്, ഒന്നും ആവുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ എന്താ ബാക്കി ഡിപ്പാർട്ട്മെന്റിലേക്ക് വല്ല പ്ലാൻ ഉണ്ടോ? ബാക്കി എന്ന്
പേര് ഇറങ്ങിയില്ല, അത് വിഷയമല്ല. കാരണം നമ്മൾ ഓൾറെഡി കുറെ കഷ്ടപ്പെട്ടാണ് അതിന്റെ പേരിൽ, കാരണം കുറെ പണിയെടുത്തിട്ടുണ്ട്. ഡയറക്ഷനാണ്. അതിലൊരുപാട് സ്ക്രിപ്റ്റിൽ പണിയെടുത്തിട്ടുണ്ട്. അതിന്റെ ചാർട്ടിങ് പരിപാടി ഞാനും മീറ്റ് ചെയ്യണം അതിലാണ്. പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് വന്ന ഒരുപാട് മിസ്സിങ്ങുകളും, പിന്നെ നമുക്കത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അത് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കുറെ മിസ്സിങ്ങുകൾ അതിലുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു ഇതാണ് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതിൽ നീ ഡയറക്ഷനാണ് നോക്കുന്നത്. അപ്പൊ അതിക്കൊരു നോക്കുന്നുണ്ടോ ഡയറക്ഷനിക്ക്? ഡയറക്ഷൻ ആയിരുന്നു. അപ്പൊ ഇനി ഡയറക്ഷൻ എന്ന് വെച്ചാല് അറിയുന്ന പണി ഒന്ന് കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം കുറച്ച് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ ഡയറക്ഷൻ കുറച്ചും കൂടി. അതിന് മുന്നായിട്ട് വേറെ കുറെ പരിപാടികളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഡയറക്ഷൻ അല്ല കേട്ടോ, അത് ഞങ്ങൾ കുറച്ച് കൂട്ടുകാരന്മാരെ കൂട്ടിയിട്ട് ഒരു പരിപാടികളൊക്കെ, അങ്ങനെ സിനിമോഗ്രാഫി അല്ല, അങ്ങനെ ഒരു പരിപാടി. അതിപ്പോൾ പറയാനായിട്ടില്ല. അതിന് അല്ല എല്ലാം നമുക്കത് അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാം. ഇപ്പൊ ഇനി അസോസിയേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ വർക്ക് ചെയ്യാൻ വല്ല പടം ഉണ്ടോ? പടങ്ങളുണ്ട്. അതും ഈ പറയുന്ന പോലെ ഒന്നും പറയാൻ ഓൾറെഡി പടങ്ങളുണ്ട്. ഓൾറെഡി ബാക്ക് ടു ബാക്ക് 3-4 പടങ്ങളുണ്ട്. പക്ഷെ എന്താ വെച്ചാല് ഇതൊന്നും ഇപ്പൊ റിവീൽ ചെയ്യാൻ പറ്റില്ല. അതെ, അതിന്റെ പരിപാടികൾ പിന്നെ ഈ പറയുന്ന പോലെ ലേണിംഗ് എക്സ്പീരിയൻസിന്റെ കുറവുള്ളതിന്റെ പേരിലായിരിക്കും ചില ആൾക്കാർ. പക്ഷെ അവര് ഇപ്പൊ അത് പ്രോപ്പറാണ്, അത് എങ്ങനെ വേണം എങ്ങനെ ആക്കാമെന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടിയതിന്റെ പേരിൽ അവര് വിളിക്കുന്നുണ്ട്. അയ്യോ നമുക്ക് ചെയ്യാം, പരിപാടി പിടിക്കാം. ഒരുപാട് ക്യാമറാമാന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കറിയാവുന്ന കേട്ടോ, അല്ലാണ്ട് ഭയങ്കര സീനിയർ ആൾക്കാരല്ല. ഇപ്പൊ ഒരു കറന്റ് ഇങ്ങനെ വർക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലോയില് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് അത്യാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ഒരു കാര്യം, ഇപ്പോഴത്തെ ഈ സെറ്റപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ഇവിടെ പഠിച്ചാലാണ് ഞാൻ ചോദിച്ചതാണ്. ഇല്ലടാ, അത് ഞാൻ പറഞ്ഞില്ല, ഈ അക്കൊക്കെയാണ്. അതായത് ഇവിടെ നിന്ന് പഠിച്ചാണല്ലോ ഞാനിപ്പോൾ ഈ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു. ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതെ ഭയങ്കര മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട്, ഭയങ്കര മാറ്റം. ഞാൻ പറയുന്നത് വെച്ചാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാനുണ്ട്. ഈ പറഞ്ഞ പോലെ ക്യാമറ ടെക്നീക്സ് ആയിക്കോട്ടെ, ലൈറ്റിംഗ് ടെക്നീക്സ് ആയിക്കോട്ടെ, ഈ ലൈറ്റിംഗ് പേപ്പേഴ്സ്, ഫിൽറ്റേഴ്സ് പ്രോപ്പറായിട്ടും സിനിമ ആഗ്രഹിക്കുന്ന ഒരാളെങ്കിലും ക്ലാസ്സിലുണ്ടാവും. അത് നമുക്ക് ഇപ്പോഴല്ല. എൻ്റെ സിറ്റുവേഷൻ അതെനിക്ക് വേറെ, ഞാൻ സിനിമ ആഗ്രഹിച്ചിട്ട് എനിക്ക് ആ ടൈമിൽ ഒരു ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇതാലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ ഇവിടെ പഠിച്ചാൽ എന്നുള്ള രീതിയിൽ എനിക്ക് ചിന്ത വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പം പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ എന്തായാലും ഇത്ര സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് പഠിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു സാധനം, ഇത് അക്കാഡമിക്കൽ സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോൾ സിനിമയിൽ കിട്ടുന്നൊരു വാല്യൂ ഉണ്ട്. അതായത് അവർക്ക് പണി അറിയാം, പക്ഷെ എന്താ വെച്ചാൽ അവർക്ക് ഒരു അഹങ്കാരമുണ്ട്, എല്ലാം പഠിച്ചെന്നുള്ളൊരു അഹങ്കാരം അക്കാഡമിയിൽ നിന്ന് വരുമ്പോൾ. പക്ഷെ ബാക്കിൽ നിന്ന് വരണം, അതായത് ഒരു ബാക്കിൽ നിന്ന് വരുന്ന സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, സ്റ്റുഡൻ്റ് അല്ല സാധാരണക്കാരാണെന്നുണ്ടെങ്കിൽ അവനെ ബാഗ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട്. ആ ഒരു സാധനം എപ്പോഴും കിട്ടും. അക്കാഡമിക്കൽ സ്റ്റുഡൻ്റ് എല്ലാവരും അറിയാമല്ലോ, എല്ലാം പഠിച്ചിട്ടല്ലേ വരുന്നത്. പക്ഷെ അവൻ്റെ സിറ്റുവേഷനും ഇമോഷൻസും നമുക്കറിയാം, അവനെങ്ങനെ വരണേ എന്നുള്ളത്. അതെനിക്ക് പലയിടത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. അവനൊരു അക്കാഡമിക്കൽ സ്റ്റുഡൻ്റ് അല്ലേ, അവനക്ക് എല്ലാം അറിയാം, എല്ലാം അറിയാവുന്നൊരു ചിന്ത, അല്ലെങ്കിൽ അവനക്ക് അതറിയാം, ഇതറിയാം, മറ്റേതറിയാം, അങ്ങനെ ഒരു അതെപ്പോഴും ഉണ്ടാവും. അത് സിനിമോഗ്രാഫി പഠിക്കുന്ന അല്ലെങ്കിൽ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠിക്കുന്ന ഒരു അക്കാഡമിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ്. എല്ലാവരും അങ്ങനെയാണ്. പക്ഷെ നമ്മളുടെ ഇമോഷൻസ്, നമ്മളെ സിറ്റുവേഷൻസ്, നമ്മളവിടെ എന്ത് പഠിച്ചു എന്നുള്ളത് നമുക്കറിയാം. എൻ്റെ അത് അവിടെ റിവീൽ ചെയ്തതിൻ്റെ പേരിലാണ് എനിക്ക് അത്രയും പഠിക്കാൻ പറ്റിയത്. അതാണ് ശരിക്കും പഠിക്കാൻ പറ്റിയത്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പൊ സൈനാപ്ലെ OTT സ്ട്രീമിംഗ് ആണ് ഇപ്പോഴും. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ സിനിമ കണ്ടുവെക്കുക. അത്യാവശ്യം നല്ലൊരു ഫ്ലോയിൽ പോകുന്നൊരു സിനിമയാണ്. അപ്പൊ അത് കാണാം. ഇനി ബാക്കി വർക്കുകൾ ഇപ്പോൾ റേസിനാണെങ്കിലും നമ്മൾ എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഓരോ സിനിമകൾ വരുന്നതനുസരിച്ചിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നമുക്ക് അവസരം കൂടി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ പറയുന്നേ വേറെ രക്ഷയില്ല. സത്യം പറയാനിട്ട് ഞാൻ പോകാറില്ല ഇങ്ങനെ ഒരു പരിപാടികൾക്ക്. എനിക്കറിയാലോ, ഞാനൊരു ക്യാമറ ഫ്രണ്ടിൽ ഇപ്പോൾ പോലും വരാൻ താല്പര്യപ്പെടുന്ന ആളല്ല. പിന്നെ നീയൊക്കെ വിളിക്കുന്നതിൻ്റെ പേരിലും സൗഹൃദമല്ല, പിന്നെ മറ്റുള്ളവരുടെ അടുത്ത് വെള്ളം ഈ അസീദ് അവരുടെ അടുത്തൊക്കെ പറയണ്ട, അവർ പറയുമല്ല അവർക്ക് ഭയങ്കര ചാടുണ്ടെങ്കിൽ അസീദ് പറയും വിളിച്ചിട്ട് പറഞ്ഞില്ല. ചോദിക്കുമല്ലോ, വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് എന്ത് ചാടാ, പോയിക്കൂടാ, ആ ഒരു സാധനങ്ങള്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നല്ല ഒരു സംസാരമായിരുന്ന പരിപാടി വെച്ചാൽ നമ്മളിപ്പോ ചെയ്തല്ലേ കിട്ടിയ നമ്മൾക്ക് കാണാൻ പറ്റി. സത്യം പറയല്ലേ, ഇത് കുറെ നാൾക്ക് ശേഷം ഇതിലുണ്ട്.
ഞാൻ അന്ന് അത് കഴിഞ്ഞിട്ട് എന്തോ കോളേജിൽ എന്തോ ഒരു സാധനത്തിന് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പ മറ്റേ ഗ്രൗണ്ടിൽ എന്തോ വന്ന സമയത്ത് നീ അവിടെ ഇങ്ങനെ കണ്ടായിരുന്നു, പക്ഷെ സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ അത് മൂപ്പരിന് ശേഷം ഷൂട്ടിന് ശേഷം പിന്നെ കാണാൻ പിന്നെ കണ്ടിട്ടില്ല. ഇവിടെ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് പിന്നെ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ കാര്യങ്ങള്. അപ്പൊ എന്നാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരു എൻഡിങ് പറഞ്ഞിട്ട് നിർത്താം നമുക്ക്, അതായിരിക്കും നല്ലത്. അപ്പൊ എല്ലാത്തിനും നീയാണ് മെയിൻ, എന്നെ ഏൽപ്പിക്കണത്. അപ്പൊ ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്ത് സിനിമാറ്റോഗ്രാഫി, സിനിമ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സ്ഥിരം വിഷയം തന്നെയാണ്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു നോളജ് കൊടുക്കാൻ പറ്റി നമുക്ക് തോന്നുന്നു. അപ്പോൾ അടുത്തൊരു പോഡ്കാസ്റ്റിൽ അതുപോലെ തന്നെ മറ്റൊരു വിഷയമായിട്ട്, സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.